നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഗവൺമെന്റ് ഇംപ്ലിമെന്റഡ് പ്രോഗ്രാമായ റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ഷെഡ്യൂളാണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കാണാം. കറന്റ്ലി TB control activities in India are spearheaded by which national program? Options: Revised National TB Control Program (RNTCP), National TB Elimination Program (NTEP), National TB Control Program, നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് TB. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് നിങ്ങൾ തന്നെ ഇതിന് എനിക്ക് ആൻസർ പറഞ്ഞു തരണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം RNTCP എന്ന ഒരു പ്രോഗ്രാം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു പ്രോഗ്രാം പഠിക്കുകയാണ്. അതിൻ്റെ പേര് ഇതാണ്, നാഷണൽ ട്യൂബർകുലോസിസ് പ്രോഗ്രാം അഥവാ NTP. അപ്പോൾ എന്താണ് NTP എന്നറിയാം. NTP എന്താണ് വന്നത്? 1962 NTP എന്ന അഥവാ നാഷണൽ ട്യൂബർകുലോസിസ് പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, ഓപ്പറേഷൻ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് NTPക്ക് പറ്റിയത്? എന്തുകൊണ്ടാണ് NTP ഒരു പൂർണ്ണ വിജയമല്ലാതെയായി മാറിയെന്ന് പറഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ സക്സസ് റേറ്റ് ലോ ആയിരുന്നു, അൺഅക്സെപ്റ്റബിളി ലോ. അതായത് നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ ഇത്രയെങ്കിലും സക്സസ് കിട്ടും, അപ്പോൾ അതിലും വളരെ താഴ്ന്നായിരുന്നു അതിൻ്റെ സക്സസ് റേറ്റ്. അത് മാത്രമല്ല, ഡെത്ത് ആൻഡ് ഡീഫോൾട്ട് റേറ്റ്സ് റിമൈൻഡ് ഹൈ. മരണസംഖ്യയും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഭേദമാവാത്തവരുടെ എണ്ണവും ഹൈ ആയിട്ട് തന്നെ തുടരുകയും ചെയ്തു. അപ്പോൾ സക്സസ് റേറ്റ് ലോ ആയിരുന്നു എന്ന് മാത്രമല്ല, മരണസംഖ്യയും ക്ഷയം അഥവാ TB ബാധിച്ച് മരിക്കുന്ന ആളുകളുടെ സംഖ്യയും അതുപോലെ രോഗം പൂർണ്ണമായിട്ട് മാറാതെ എക്സിസ്റ്റ് ചെയ്യുന്നവരുടെ നമ്പറും കൂടിക്കൊണ്ടേയിരുന്നു. ഓക്കെ, ഈ രണ്ട് കാരണങ്ങൾ നാഷണൽ ട്യൂബർകുലോസിസ് പ്രോഗ്രാമിന്റെ ഡ്രോബാക്ക് തന്നെയായിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചു? സ്പ്രെഡ് ഓഫ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് TB വാസ് ഓൾസോ ക്രിയേറ്റ് ദ സിറ്റുവേഷൻ വേഴ്സ്. അപ്പൊ ആ സിറ്റുവേഷനെ ഇത്രത്തോളം മോശമാക്കിയതിന് കാരണം ബാക്ടീരിയയുടെ എന്ത് കഴിവാണ്? മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് കഴിവാണ്. ഒന്നിൽ പല ഡ്രഗുകളെയും അതിജീവിക്കാനുള്ള കഴിവ് ആ ബാക്ടീരിയയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ അങ്ങനെയുള്ള ബാക്ടീരിയകളുടെ പകർച്ചയും കൂടി ആയപ്പോൾ ഈ NTP എന്നുള്ളത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, യാതൊരു കാരണവശാലും എല്ലാവരിലേക്കും എത്താനും പറ്റിയില്ല. ഡെത്ത് റേറ്റ് കൂടി തന്നെ ഇരിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? അങ്ങനെ വന്നപ്പോൾ ദാറ്റ്സ് ഇൻ 1992. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ 1992 ആയപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എലോങ് വിത്ത് WHO ആൻഡ് സിഡ, അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അപ്പം ഈ ഒരു കേസ് എക്സിസ്റ്റിംഗ് ആണ്. ലോകം മൊത്തം എന്തുണ്ട്? TB ഉണ്ട് അല്ലേ? ലോകം മൊത്തം എല്ലാവർക്കും TB എന്നല്ല, ലോകം മൊത്തം ഈ അസുഖത്തിനെ കുറിച്ചുള്ള കേസുകൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ 1992 ആയപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏതൊക്കെ സ്ഥാപനങ്ങളുമായിട്ടാണ്? WHO-യും സിഡോയും. നമുക്കറിയാം എന്താണ് WHO അല്ലേ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് WHO. WHO എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. സ്വീഡ എന്ന് പറയുന്നത് സ്വീഡിഷ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഏജൻസി. എന്താണ്? സ്വീഡിഷ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഏജൻസി. ഈ രണ്ട് സംഘടനകളും കൂടെ ചേർന്നിട്ട് ഇന്ത്യയിലുള്ള TB കണ്ടീഷനെ എന്ത് ചെയ്തു? ഒന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ റിവ്യൂ ചെയ്തു ദ TB സിറ്റുവേഷൻസ് ഇൻ ഇന്ത്യ ആൻഡ് കെയിം അപ്പ് വിത്ത് ദ ഫോളോയിങ് കൺക്ലൂഷൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി. ആരൊക്കെ നടത്തി? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും WHO-യും സിഡയും. ഈ മൂന്ന് സംഘടനകളും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും കൂടെ ചേർന്ന് നടത്തിയ ഒരു റിവ്യൂവിൽ മനസ്സിലാക്കിയ കൺക്ലൂഷൻസ് എന്താണെന്ന് നോക്കാം. NTP അഥവാ ദ ടെക്നിക്കലി സൗണ്ട് സഫേർഡ് ഫ്രം മാനേജീരിയൽ വീക്ക്നെസ്. എന്താണ്? സാങ്കേതികമായിട്ട് ഓക്കെ ആയിരുന്നു, പക്ഷെ പലപ്പോഴും അതിന്റെ മേൽനോട്ടത്തിന്റെ പിശക് മൂലമോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലാതിരുന്നത് കൊണ്ടോ മറ്റും അതെന്ത് സംഭവിച്ചു? അത് കൃത്യമായിട്ട് വർക്കായില്ല. രണ്ടാമത് ഇൻഅഡിക്വേറ്റ് ഫണ്ടിങ് അല്ലെ? നമുക്കറിയാം ഇന്ത്യ പോലെയുള്ളൊരു രാജ്യത്ത് ഫണ്ടിങ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ കൃത്യമായിട്ട് അതിനുള്ള ഫണ്ടിങ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇൻഅഡിക്വേറ്റ് ഫണ്ടിങ് ഉണ്ടായിരുന്നു, പക്ഷേ പലപ്പോഴും ഈ ഫണ്ടിങ് പൂർണ്ണമായിട്ട് ആവശ്യത്തിനുള്ള ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഇനഫ് ആയിട്ടുള്ള ഒരു ഫണ്ടിങ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓവർ റിലയൻസ് ഓൺ എക്സ്റേ ഫോർ ഡയഗ്നോസിസ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു? എക്സ്റേ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. ഒരു രോഗിക്ക് അസുഖമുണ്ടോ എന്ന് ഇല്ലയോ എന്ന് കണക്കാക്കാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഏതിലായിരുന്നു? എക്സ്റേ ആയിരുന്നു. അതും ഒരു ഡ്രോബാക്ക് ആയിരുന്നു. ദെൻ ഫ്രീക്വന്റ് ഇന്ററപ്റ്റഡ് സപ്ലൈസ് ഓഫ് ഡ്രഗ്സ്. പലപ്പോഴും ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ ഡ്രഗ് സപ്ലൈ
അപ്ലൈ ചെയ്യുന്ന അവസ്ഥ. അതായത് ഡ്രഗ്സിന്റെ അവൈലബിലിറ്റി കുറയുന്നതനുസരിച്ച് ഇടയ്ക്ക് ഇതിന്റെ ഡ്രഗ്സ് ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥ, അതും ഇതിന്റെ ഒരു കുഴപ്പമായി മാറി. അത് കഴിഞ്ഞിട്ട് ലോ റേറ്റ്സ് ഓഫ് ട്രീറ്റ്മെന്റ് കംപ്ലീഷൻ, പൂർണ്ണമായിട്ട് അതായത് ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ട് എന്താണ് ആരും, അതായത് കുറച്ചുനാൾ മരുന്ന് കഴിക്കും, ഒരുവിധം ഒരു ഓക്കെ ആയി വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിന് ട്രീറ്റ്മെന്റ് ഡിസ്കണ്ടിന്യൂ ചെയ്തു പോകുന്ന അവസ്ഥ. അപ്പം ഇതൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് പൂർണ്ണ വിജയമാവുന്നില്ല എന്നുള്ളത് നമ്മുടെ 1992 നടത്തിയ ഗവൺമെന്റിന്റെ റിവ്യൂവിൽ മനസ്സിലാക്കിയ കൺക്ലൂഷൻസ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം എന്തൊക്കെ കാരണമാണ്, ടെക്നിക്കലി സൗണ്ട് ആയിരുന്നു പക്ഷെ മാനേജറിൽ വീക്ക്നെസ് ഉണ്ടായി, അതുപോലെ തന്നെ ഫണ്ടിങ് ഒരു ഇഷ്യൂ ആയിരുന്നു, അതുപോലെ തന്നെ എക്സ്റേയിൽ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തു. ഡയഗ്നോസിസ് എന്ന് പറയുന്നവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് എക്സ്റേയിൽ മാത്രമായിരുന്നു. പിന്നെ പലപ്പോഴും ഡ്രഗ്സ് കൃത്യമായിട്ട് അവൈലബിൾ ആയിരുന്നില്ല. അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താതെ ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയ പല ആളുകളുമുണ്ട്. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അതൊരു കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. ഓക്കെ അല്ലേ? അപ്പൊ ടു ഓവർകം ദിസ് ക്രൈസിസ് ഇൻ 1993 India started a new program named the Revised National TB കൺട്രോൾ പ്രോഗ്രാം. അങ്ങനെ 1992 പഠനമൊക്കെ നടത്തി. ആരൊക്കെ പഠിച്ചു നമ്മൾ പറഞ്ഞു? WHO ഉണ്ടായിരുന്നു, സിഡ ഉണ്ടായിരുന്നു, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇവർ മൂന്നുപേരും കൂടി നടത്തിയ പഠനത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പം ഇതെല്ലാം ഇപ്പം ഇനി ഈ കണ്ടീഷൻ എന്ത് ചെയ്യണം, എന്തായാലും നമുക്ക് മറികടന്നേ മതിയാവുള്ളൂ. അങ്ങനെ 1993 ഒരു പുതിയ പ്രോഗ്രാം ഇന്ത്യ കൊണ്ടുവരികയാണ്, ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരികയാണ്. പ്രോഗ്രാമിന്റെ പേരെന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ റിവൈസ്ഡ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം. ദ റിവൈസ്ഡ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം, RNTCP. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അബ്രിവേഷൻസ് ഒക്കെ ചോദിക്കാൻ, ആ ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഓൾസോ അഡോപ്റ്റഡ് ദ ഇന്റർനാഷണലി റെക്കമെൻഡഡ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് സ്ട്രാറ്റജി. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ആ ട്രീറ്റ്മെന്റിന്റെ പേരെന്താണ്? ആ ട്രീറ്റ്മെന്റിന്റെ പേരാണ് ഡോട്ട്സ്. ഡോട്ട്സിന്റെ ഫുൾ ഫോം എന്താണ്? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് 1993 ഇന്ത്യ ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതിന്റെ പേരാണ് RNTCP എന്ന് പറഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ചികിത്സാ രീതിയുടെ പേരാണ് ഡോട്ട്സ്. ഡോട്ട്സിന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. ഓക്കെ അല്ലേ? But DOTS is the most systematic and cost-effective approach to revisualize the TB control program in India. അപ്പം DOTS എന്തായിരുന്നു? സിസ്റ്റമാറ്റിക് ആയിരുന്നു, കോസ്റ്റ് എഫക്റ്റീവ് ആയിരുന്നു. എന്താണ് കോസ്റ്റ് എഫക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്? സാധാരണക്കാരനും എന്ത് ചെയ്യാൻ പറ്റും, സമീപിക്കാൻ പറ്റുന്ന ഒരു കോസ്റ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, അതൊരു സിസ്റ്റമാറ്റിക് രീതിയായിരുന്നു. ഒരു നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് കോഴ്സ് ഫോളോ ചെയ്തു പോയത്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്തു? ഇന്ത്യയിൽ TBക്കെതിരായിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പുതിയ സ്ട്രാറ്റജിയിൽ വളരെ സപ്പോർട്ടായിട്ട് മാറി. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഡോട്ട്സ് വാസ് അഡോപ്റ്റഡ് ആസ് എ സ്ട്രാറ്റജി ഫോർ പ്രൊവിഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ടു ഇൻക്രീസ് ദ ട്രീറ്റ്മെന്റ് കംപ്ലീഷൻ റേറ്റ്. അപ്പൊ എന്ത് ചെയ്തു? ഡോട്ട് വാസ് അഡോപ്റ്റഡ് ആസ് എ സ്ട്രാറ്റജി. ഡോട്ട്സ് ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുത്ത സമയത്ത് എന്ത് സംഭവിച്ചു? ഇത് ട്രീറ്റ്മെന്റ് കംപ്ലീഷൻ റേറ്റിനെ കൂട്ടാൻ സഹായിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ ഉള്ളൊരു ഡ്രോബാക്ക് തന്നെയായിരുന്നു എന്താണ്, ചികിത്സ പൂർത്തിയാക്കാതെ പലരും പോകുന്ന ഒരവസ്ഥ. പക്ഷേ ഡോട്ട്സ് എന്ന് പറയുന്ന സിസ്റ്റം എന്താ ഓൾറെഡി പറഞ്ഞു, ഇത് സിസ്റ്റമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കുന്നവരുടെ എണ്ണം കൂടി വന്നു. ഓക്കെ അല്ലേ? ഇനി എന്താണ് RNTCPയുടെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. അച്ചീവ്മെന്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 85% ക്യൂർ റേറ്റ് ഓഫ് ഇൻഫെക്ഷ്യസ് കേസസ് ഓഫ് ട്യൂബർകുലോസിസ് ത്രൂ ഡോട്ട്സ് ഇൻവോൾവിംഗ് പെരിഫറൽ ഹെൽത്ത് ഫങ്ഷനീസ്. അപ്പൊ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒരു 80% എന്താണ് ക്യൂർ റേറ്റ്, അതായത് അസുഖം ഭേദമാകുന്നവരുടെ എന്താണ് നമ്പർ ഒരു 85%, 100-ൽ ഒരു 85% എന്ത് ചെയ്യണം? അച്ചീവ് ചെയ്യണം അല്ലേ? എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു അല്ലേ, ഡോട്ട്സ് എന്ന ട്രീറ്റ്മെന്റ് വഴി. അപ്പൊ എന്താണ്? 85% അസുഖം ഭേദമായ ആളുകളുടെ ലെവല് കൂട്ടണം. ഏത് വഴി? ഡോട്ട്സ് ട്രീറ്റ്മെന്റിലൂടെ അല്ലേ? ഇനി അതായിരുന്നു ഒരു ലക്ഷ്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം. രണ്ടാമത്തെ എന്താണ്? ഓഗ്മെന്റേഷൻ ഓഫ് കേസ് ഫൈൻഡിങ് ആക്ടിവിറ്റീസ് ത്രൂ ക്വാളിറ്റി സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി ടു ഡിറ്റക്ട് അറ്റ്ലീസ്റ്റ് 70% ഓഫ് എസ്റ്റിമേറ്റഡ് കേസസ്. അടുത്ത എന്താണ്? ഓഗ്മെന്റേഷൻ ഓഫ് കേസ് ഫൈൻഡിങ് ആക്ടിവിറ്റീസ്.
വർദ്ധിപ്പിക്കുക അല്ലെ, കൂടുതൽ കൂടുതൽ കേസുകൾ കണ്ടെത്തുക ത്രൂ ക്വാളിറ്റി സ്പ്യൂട്ടം മൈക്രോസ്കോപ്പ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു എക്സ്റേ ഡിപ്പെൻഡ് ചെയ്തിരുന്നു, ഇപ്പോൾ അത് മാറി എന്താണ്, ക്വാളിറ്റി സ്പ്യൂട്ടം മൈക്രോസ്കോപ്പ് വഴി കൂടുതൽ അസുഖബാധിതരെ കണ്ടെത്തി. അത് എത്രയാണ്, അറ്റ്ലീസ്റ്റ് 70% ആണ് അല്ലേ. നമ്മൾ ആ ഒരു ലെവലിലേക്ക് 70% എന്ന ലെവലിലേക്ക് അസുഖം ഉള്ള ആളുകളുടെ കണ്ടെത്താനുള്ള ഒരു എന്താണ് സ്ട്രാറ്റജി കൊണ്ടുവരിക. അപ്പൊ എന്താണ് ഇതിന്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, ഒരു 70% ആളുകളെ എങ്കിലും, അതായത് ഓഗ്മെന്റേഷൻ ഓഫ് കേസ് ഫൈൻഡിങ് ആക്ടിവിറ്റീസ് ആണ്. അതായത് കൂടുതൽ കൂടുതൽ കേസുകൾ കണ്ടെത്തുക, ആ കേസ് കണ്ടെത്തുന്ന ഇത് വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഏത് വഴിയിലൂടെയാണ്, ക്വാളിറ്റി സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിയിൽ. അപ്പം ഡയഗ്നോസ് നേരത്തെ എന്താണ് എക്സ്റേ വെച്ച് ഉപയോഗിച്ച് ചെയ്തിരുന്നു, പക്ഷേ പലപ്പോഴും റിസൾട്ട് ഒന്നും കറക്റ്റ് ആവണമെന്നില്ല. പക്ഷെ ഇതിപ്പം എന്താണ്, ക്വാളിറ്റി സ്പ്യൂട്ടം മൈക്രോസ്കോപ്പിയാണ്. അപ്പോൾ ക്വാളിറ്റി ആയിട്ടുള്ള മൈക്രോസ്കോപ്പിയിലൂടെ രോഗബാധിതരെ അറ്റ്ലീസ്റ്റ് 70% കണ്ടെത്താൻ കഴിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ RNTCP വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു സാധനമാണ് RNTP വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി ഇൻ എ ഫേസ്ഡ് മാനർ. അപ്പം ഘട്ടം ഘട്ടമായിട്ടാണ് RNTCP അല്ലെ ഈ പ്രോഗ്രാം എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ 3 ഘട്ടമായിട്ടാണ് കേട്ടോ. ആദ്യത്തെ ഘട്ടത്തിന്റെ പേരെന്താണ്, പൈലറ്റ് ഫേസ് 1. രണ്ടാമത്തെ ഘട്ടം പൈലറ്റ് ഫേസ് 2. മൂന്നാമത്തെ ഘട്ടം പൈലറ്റ് ഫേസ് 3. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RNTCPയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ട് ഈ 2 പോയിന്റുകളും തരാം. ചിലപ്പം ഇതിൽ മാറ്റങ്ങൾ വരുത്തി തരാം. അപ്പം സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ അസേർഷനും റീസണും ആ കോൺസെപ്റ്റിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത. അപ്പം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ ആലോചിക്കുക, ഇവിടെ 85% ആണ്, ഇവിടെ 70% ആണ്. ഈ 2% എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ള ചോദ്യങ്ങളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് ദ പ്രോഗ്രാം എയിംസ് ടു. ഈ പ്രോഗ്രാം എന്താണ് എയിം ചെയ്യുന്നത്, കൺസോളിഡേറ്റ് ദ ഗെയിൻസ് മെയ്ഡ് ടു ഡേറ്റ്. അതായത് ഇതുവരെയുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങൾ എന്താണ് ഒരു പ്ലസ്, അത് പോസിറ്റീവായിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയോ അതിനെയെല്ലാം ഏകോപിക്കുക, അതിനെ ഒരുമിച്ച് കൊണ്ടുവരിക, ഏകോപിപ്പിക്കുക എന്നതാണ് അതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ. രണ്ടാമത് ടു വൈഡൻ സർവീസസ് ഇൻ ടേംസ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് അക്സസ് ആൻഡ് ടു സസ്റ്റെയിൻ ദ അച്ചീവ്മെന്റ്സ് അല്ലേ. കൂടുതൽ വൈഡൻ ചെയ്യുക, അതായത് കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. അപ്പോൾ ആക്ടിവിറ്റീസ് ഒക്കെ ഇപ്പം നമുക്കറിയാം, ഒരു മേഖലയിലേക്ക് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകളെ അതിനു വേണ്ടി സപ്ലൈ ചെയ്യണം അല്ലേ. കൂടുതൽ വർക്കേഴ്സ് അതിനു വേണ്ടി വേണം, കൂടുതൽ പേഷ്യൻസിനെ കണ്ടെത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിൽ ഇതൊരു രോഗമാണ്. അപ്പം ആളുകളെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, രോഗികളെ തിരിച്ചറിയണം. അപ്പം എന്ത് വേണം, അതിലേക്ക് എത്താൻ, രോഗികളിലേക്ക് എത്താൻ വർക്കേഴ്സ് നമുക്ക് വേണം അല്ലെ, ഏജൻസ് വേണം. അപ്പം അതിനെ എന്ത് ചെയ്യണം, കൂടുതൽ പേരിലേക്ക് എത്തിക്കുക, കൂടുതൽ പേരെ കണ്ടെത്തുക. അങ്ങനെ ഈ അച്ചീവ്മെന്റ്, ഇതൊരു അച്ചീവ്മെന്റ് ആണ് അല്ലേ. അതായത് കൂടുതൽ രോഗികൾ എവിടെയുണ്ട് എന്ന് കണ്ടെത്തി മാത്രം അവർക്ക് കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്താലേ ഈ ഒരു പ്രോഗ്രാമിന്റെ കൃത്യമായ ഉദ്ദേശം സഫലമാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിന് വേണ്ടി എന്ത് ചെയ്യണം, സർവീസ് മാക്സിമം വ്യാപിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ദ ന്യൂ ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ദ വൈഡർ കൊളാബറേഷൻ വിത്ത് അതർ സെക്ടേഴ്സ് എയിം ടു പ്രൊവൈഡ് സ്റ്റാൻഡർഡൈസ്ഡ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി ടു ഓൾ TB പേഷ്യൻസ്. അപ്പം എല്ലാ TB പേഷ്യൻസിനും എങ്ങനത്തുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം, നല്ല ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി കൊടുക്കണം അല്ലേ. അപ്പം എന്ത് ചെയ്യണം, അപ്പം ഇത് പല സെക്ടറുകളുടെയും സഹായത്തോടെ വേണം നടത്താൻ. അപ്പം പല സെക്ടറുകളുടെയും സഹായത്തോടു കൂടി ഓൾറെഡി കണ്ടെത്തിയ TB പേഷ്യൻസിന് മാക്സിമം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി അവരിലേക്ക് എത്തിക്കണം. ഈ കോൺസെപ്റ്റുകളൊക്കെ നടത്തണം. പിന്നെന്താണ്, ഇംപ്രൂവ്ഡ് ആക്സസ് ടു മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് സച്ച് ആസ് അർബൻ സ്ലം ഡ്വെല്ലേഴ്സ് ആൻഡ് ട്രൈബൽ ഗ്രൂപ്പ്സ് അല്ലേ. നമുക്കറിയാം TB എന്ന് പറയുന്നത് പകർച്ചവ്യാധിയാണ്, പകരും അല്ലേ. അപ്പം നമുക്കറിയാം ഈ അർബൻ സ്ലം, ഈ ചേരി പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ട്രൈബൽ ഗ്രൂപ്പ്സ്, അപ്പം അവരെല്ലാം കൂട്ടമായിട്ട് താമസിക്കുന്ന ആളുകളാണ്. ഇവരിൽ ആർക്കെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ പതുക്കെ എന്ത് ചെയ്യും, ആ ജനതയിൽ പലരിലേക്കും ഇത് വ്യാപിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം, അവരിലേക്ക് ആക്സസ് എത്തണം, അവരിലേക്ക് നമ്മൾ എത്തപ്പെടണം അല്ലെ. ആ ഒരു കോൺസെപ്റ്റും ഇതിന്റെ എയിമായിരുന്നു. അടുത്ത എന്താണ്, നൗ ദി RNTCP ഹാസ് നൗ എൻറ്റേർഡ് ഇൻ ടു ഇറ്റ് സെക്കൻഡ് സ്റ്റേജ്. അപ്പം ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഫേസിലാണ് നിൽക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പൈലറ്റ് ഫേസ് 1, പൈലറ്റ് ഫേസ് 2, പൈലറ്റ് ഫേസ് 3, അങ്ങനെ 3 ഘട്ടമായിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മളിത് ഇപ്പം ഏതിലാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ അതിൻ്റെ സെക്കൻഡ് ഫേസിലാണ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി ഈ
ഡോട്ട്സ് നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് ഡോട്ട്സ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് RNTCP ആയിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് മെത്തേഡാണ് ഡോട്ട് എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ട് 5 ഘടകങ്ങളുണ്ട്. ദയവ് ചെയ്ത് കമ്പോണൻസ് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. സ്റ്റേറ്റ്മെന്റ്സിൽ ഇങ്ങനെ നോട്ട് ട്രൂ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്ന് പറഞ്ഞിട്ട് അതിൽ ഒന്നോ രണ്ടോ ഒക്കെ തെറ്റിക്കും, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളത് കണ്ടെത്താൻ ആ രീതിയിലും ക്വസ്റ്റ്യൻ വരും. അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 5 കമ്പോണൻസ് ഏതൊക്കെയാണ് ഡോട്ട്സിന്റെ 5 കമ്പോണൻസ്? ആദ്യത്തേത് പൊളിറ്റിക്കൽ വിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റ്മെന്റ് അല്ലേ. പൊളിറ്റിക്കൽ വിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇതിന്റെ എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ എന്താണ് ഇങ്ങനെ ഒരു രോഗം ഉണ്ട്, അപ്പൊ അതിനെ എന്താണ് ആഗോളതലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മൊത്തത്തിലും അതെന്താണ് ഒരു മാറ്റം വരുത്തണം അല്ലെ, ആ ഒരു കണ്ടീഷന് ഒരു മാറ്റം വരുത്തണമെന്ന് നമ്മളെ ഗവൺമെന്റ് തലത്തിൽ തന്നെ ഒരു കോൺസെപ്റ്റ്, ഒരു ചിന്തയുണ്ട് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊളിറ്റിക്കൽ വിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റ്മെന്റ് എന്ന കോൺസെപ്റ്റ് വരുന്നത്. അടുത്തത് ഡയഗ്നോസിസ് ബൈ ക്വാളിറ്റി അഷ്യൂർഡ് സ്പ്യൂട്ടം സ്പിയർ മൈക്രോസ്കോപ്പി. അപ്പൊ ഡയഗ്നോസ് ചെയ്യുമ്പം എങ്ങനത്തെ ഉള്ളത് ഉറപ്പ് വരുത്തണം അല്ലെ, ക്വാളിറ്റി ഉറപ്പ് വരുത്തണം. സ്പ്യൂട്ടം സ്പിയർ മൈക്രോസ്കോപ്പി ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് ആണ് എന്നത് ഉറപ്പ് വരുത്തണം. അടുത്തത് അഡിക്വേറ്റ് സപ്ലൈ ഓഫ് ക്വാളിറ്റി അഷ്യൂർഡ് ഷോർട്ട് കോഴ്സ് കീമോതെറാപ്പി. ഇപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ പീരീഡിലായിരിക്കും ഇരുന്ന് മരുന്ന് കൊടുക്കുന്നത്, ഒരു 6 months പീരീഡിലൊക്കെ മരുന്ന് കൊടുക്കും എന്ന് പറയുന്നു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ക്വാളിറ്റി അഷ്യൂർ ചെയ്യണം അതല്ലേ, ഗുണമേന്മ കൃത്യമായിട്ട് അവിടെ പാലിക്കപ്പെടണം. അടുത്തത് എന്താണ്? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ്. കൃത്യമായിട്ട് ഈ പേഷ്യൻസ് മരുന്ന് കൊടുക്കുന്നു, അവർ കൃത്യമായിട്ട് മരുന്ന് എടുക്കുന്നുണ്ടോ, അവർക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് അതിനുള്ള സപ്പോർട്ട് വേണം. പിന്നെന്ത് വേണം? സിസ്റ്റമാറ്റിക് മോണിറ്ററിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. കൃത്യതയോടെ ഇതിനെ നിരീക്ഷിക്കണം, ആരെങ്കിലും കൃത്യമായിട്ട് ഇത് നിരീക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആവുകയും വേണം. അപ്പൊ ഈ കോമ്പോണൻസ് ആണ് ഡോട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ വിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡയഗ്നോസിസ് ബൈ ക്വാളിറ്റി അഷ്യൂർഡ് സ്പ്യൂട്ടം സ്പ്യൂട്ടം സാമ്പിൾ എടുക്കുമ്പോഴും ശരി, അതേപോലെ തന്നെ അവർക്ക് മരുന്ന് കൊടുക്കുമ്പോഴും ശരി അല്ലെ, ഡ്രഗ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ശരി, കൃത്യമായിട്ട് ക്വാളിറ്റി ഉറപ്പാക്കണം. അതുപോലെ ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ആയിരിക്കണം, കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടണം, ഓക്കെ, നിരീക്ഷിക്കണം. അപ്പം ഇതെല്ലാമാണ് ഡോട്ട്സ് എന്ന ചികിത്സാ രീതിയുടെ പ്രധാനപ്പെട്ട 5 കമ്പോണൻസിൽ ഉൾപ്പെടുന്നത്. അടുത്തത് സ്റ്റോപ്പ് TB സ്ട്രാറ്റജി. എന്താണ് സ്റ്റോപ്പ് TB സ്ട്രാറ്റജി? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് ഇത്. 2006 സ്റ്റോപ്പ് TB സ്ട്രാറ്റജി അനൗൺസ് ചെയ്യപ്പെടുന്നത്. ഏത് വർഷമാണ്? 2006. സ്റ്റോപ്പ് TB സ്ട്രാറ്റജി അനൗൺസ് ചെയ്യപ്പെടുന്നത് 2006 അല്ലെ. ആരാണ് അനൗൺസ് ചെയ്യുന്നത്? WHO ആണ് അനൗൺസ് ചെയ്യുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് സ്റ്റോപ്പ് TB സ്ട്രാറ്റജി അനൗൺസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റും ഓർത്ത് വെക്കുക, വർഷം ഓർത്ത് വെക്കുക, എന്താണ് എന്നുള്ള കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക. ഇനി ഇത് ആരാണ് അഡോപ്റ്റ് ചെയ്തത്? RNTCP എന്താണ് അഡോപ്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? അപ്പൊ സ്റ്റോപ്പ് TB സ്ട്രാറ്റജി എന്താണ് എന്ന് പറഞ്ഞു. അത് 2006 വന്നത്. ഇത് അനൗൺസ് ചെയ്തത് ആരാണ്? WHO ആണെന്ന് പറഞ്ഞു. RNTCPയുടെ കീഴിൽ ഇത് എന്ത് ചെയ്തു? ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കോമ്പോണൻസ് എന്താണ്? പർസ്യൂയിങ് ക്വാളിറ്റി ഡോട്ട്സ് അല്ലെ. നേരത്തെ പറഞ്ഞു ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. കൃത്യമായിട്ട് ഡോട്ട് ചികിത്സാ രീതിയിൽ ക്വാളിറ്റി ഉറപ്പുവരുത്തുക. എക്സ്പാൻഷൻ ആൻഡ് എൻഹാൻസ്മെന്റ്. എന്താണ് എക്സ്പാൻഷൻ ആൻഡ് എൻഹാൻസ്മെന്റ് എന്ന് വെച്ചാൽ? എക്സ്പാൻഷൻ ആൻഡ് എൻഹാൻസ്മെന്റ് എന്ന് വെച്ചാൽ വിപുലീകരണം അല്ലെ. മാക്സിമം ആളുകളിലേക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യണം. എന്താണ്? ഇത് എല്ലാവരിലേക്കും വിപുലീകരിക്കപ്പെടണം. അതുപോലെ തന്നെ എല്ലാവരാലും ഇത് എന്ത് ചെയ്യപ്പെടണം? ഇത് വിപുലീകരിക്കണം, ഇത് മെച്ചപ്പെടുകയും വേണം. അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അടുത്ത അഡ്രസ്സിംഗ് TB HIV ആൻഡ് MDR TB HIV എന്ന് പറയുന്ന HIV പേഷ്യൻസിന് TB വരാം. അതുപോലെ തന്നെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം എന്ത് ചെയ്യണം? ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കപ്പെടണം അല്ലെ. കോൺട്രിബ്യൂട്ടിംഗ് ടു ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തനിങ്, എൻഗേജിങ് ഓൾ കെയർ പ്രൊവൈഡേഴ്സ്. അതായത് ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തനിങ്, നമ്മുടെ ആരോഗ്യ മേഖല എന്താണ് കൂടുതൽ ശക്തി പ്രാപിപ്പിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരണം അല്ലേ. എല്ലാ കെയർ പ്രൊവൈഡേഴ്സിനെയും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പരമായിട്ടുള്ള ആ ഒരു നിലവാരം കൂട്ടണം അല്ലേ, അതിനെ സ്ട്രെങ്തൻ ചെയ്യണം. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് അല്ലേ. അടുത്തത് എന്താണ്? എംപവറിംഗ് പേഷ്യൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ശാക്തീകരിക്കപ്പെടണം അല്ലേ. ആര്? രോഗികളും വേണം, കമ്മ്യൂണിറ്റീസും വേണം. അപ്പം നമുക്കിപ്പം ഒരു രോഗത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് ഇതിന് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത് ഭാവിയിൽ നമ്മൾക്ക് മാത്രമല്ല നമ്മളിലൂടെ മറ്റൊരാളിലും എത്തുമെന്നും ആ ഒരു കോൺസെപ്റ്റ് എന്താണ് എല്ലാവരും മനസ്സിലാക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരിലേക്കും
കാര്യങ്ങളിലേക്കും അതിൻ്റെ എന്താണ് അതിൻ്റെ ഡ്രോബാക്കുകളെന്നും എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ അറിവുണ്ടായിരിക്കണം. അതുപോലെ എംപവറിംഗ് പേഷ്യൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് പറഞ്ഞു. അടുത്തത് എനാബിളിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് റിസർച്ച്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, വാക്സിൻ അല്ലേ. അതായത് ഇവിടെ ഡയഗ്നോസിസും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റും വാക്സിനും ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യണം, കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എന്താണ് സക്സസ് റേറ്റ് കൂടിക്കൂടി വരത്തുള്ളൂ. അപ്പം സ്റ്റോപ്പ് TB സ്ട്രാറ്റജി 2006 വന്നു. WHO അനൗൺസ് ചെയ്തു. RNTCP ഇത് അഡോപ്റ്റ് ചെയ്തു. അഡോപ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ പറഞ്ഞു നമ്മൾ? നല്ല ക്വാളിറ്റി ഡോട്ട്സ് വേണം, ഇത് കൂടുതൽ പലരിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം, എൻഹാൻസ് ചെയ്യപ്പെടണം. അതുപോലെ TB, HIV, അതുപോലെ MDR, TB ഇതിനെക്കുറിച്ചുള്ള ആളുകളിലേക്ക് എത്തണം. അതുപോലെ തന്നെ ഹെൽത്ത് സിസ്റ്റം, ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇതിനായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം ഏകോപിച്ച് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ പേഷ്യൻസിനും കമ്മ്യൂണിറ്റീസിനും എല്ലാം എന്താണ് ഈ സംഭവം എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അവർക്ക് അറിവുണ്ടാകണം. അതുപോലെ തന്നെ നമ്മുടെ ഡയഗ്നോസിസ് ആയിക്കോട്ടെ, ട്രീറ്റ്മെന്റ്, വാക്സിൻ, ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടണം. അപ്പൊ ഈ കാര്യങ്ങളാണ് TBയുടെ എന്താണ് കോമ്പണന്റ് ആയിട്ട് ഡോട്ട്സിന്റെ കോമ്പണന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇനിഷ്യേറ്റീവ് ടേക്കൺ ബൈ RNTCP അണ്ടർ ദ കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജി ഓഫ് സ്റ്റോപ്പ് TB ആർ. അപ്പം നോക്കടാ, സ്റ്റോപ്പ് TB എന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് RNTCP എടുത്ത ഇനിഷ്യേറ്റീവ്സ് എന്താണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്വസ്റ്റ്യനിൽ ചോദിക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സ്റ്റോപ്പ് TB ആയിട്ട് ബന്ധപ്പെട്ട് RNTCP എടുത്ത ഇനിഷ്യേറ്റീവ് എന്താണ് എന്ന് ചോദിക്കാം. എന്താണെടാ അത്? നാഷണൽ എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ ഗൈഡ് ലൈൻസ്. അതാണ് ഒന്നെന്താണ് നാഷണൽ എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ ഗൈഡ് ലൈൻസ്, പൈലറ്റിംഗ് സ്ട്രാറ്റജി ഫോർ പ്രാക്ടിക്കൽ അപ്രോച്ച് ടു ലങ് ഹെൽത്ത് എക്സെട്ര. ഓക്കെ, അപ്പം ഇതാരാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്? RNTCP ആണ് എടുത്തത്. എന്തിന്റെ ഭാഗമായിട്ട്? സ്റ്റോപ്പ് TB എന്ന കോൺസെപ്റ്റ്, ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് എടുത്ത സംഭവമാണ്. ഓക്കെ അല്ലേ? അപ്പം എന്തൊക്കെയാണ് നാഷണൽ എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ ഗൈഡ് ലൈൻസ്? ഒരെണ്ണം ഇതാണ്. അടുത്തത് പൈലറ്റിംഗ് സ്ട്രാറ്റജി ഫോർ പ്രാക്ടിക്കൽ അപ്രോച്ച് ടു ലങ് ഹെൽത്ത്. ഓക്കെ, ഇനി 2014 ആയപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അപ്പം 2014 എന്ത് സംഭവിച്ചു? അപ്പം സ്റ്റോപ്പ് TB സ്ട്രാറ്റജി പറഞ്ഞു, പുതിയൊരു സംഭവം വന്നു. അതിൻ്റെ പേരാണ് എന്താണ്? എൻഡ് TB സ്ട്രാറ്റജി. അപ്പം TB സ്ട്രാറ്റജി വന്നത് എന്താണ്? 2006 2006 WHO അനൗൺസ് ചെയ്തതാണ് സ്റ്റോപ്പ് TB സ്ട്രാറ്റജി. അപ്പോൾ വേറൊരെണ്ണം പഠിക്കാം, എൻഡ് TB സ്ട്രാറ്റജി. ഇതെന്താണ് വന്നത്? 2014. എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം? ആഗോളതലത്തിൽ ഇതൊരു 20 ഇയർ പ്ലാനാണ്, ഒരു 20 വർഷത്തെ ഒരു പ്ലാനാണ്. ആഗോളതലത്തിൽ, അതായത് ഗ്ലോബൽ TB എപ്പിഡമിക് എന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. അതായത് ആഗോളതലത്തിൽ TBക്ക് എതിരായിട്ട് അവർക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. അവർക്ക് എന്താണ് അവരുടെ വിഷൻ? എന്താണ്? സീറോ ഡെത്ത്. അതായത് TB അന്ന് അസുഖം പിടിച്ചിട്ട് ഇനി ആരും മരിക്കരുത്. ആ അസുഖം മാക്സിമം എന്താണ്? നിർമ്മാർജ്ജനം ചെയ്യണം അല്ലേ? ഈ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ 2014 വന്ന എൻഡ് TB സ്ട്രാറ്റജി ആഗോളതലത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? 20 ഇയർ പ്രോഗ്രാമാണ്. ഒരു 20 വർഷം കൊണ്ട് നമ്മുടെ ലോകത്തിൽ നിന്ന് TBയെ മാക്സിമം തുടച്ചു നിൽക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മാക്സിമം തുടച്ചു നിൽക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന ഒരു കാര്യമാണ് TB സ്ട്രാറ്റജിയിലൂടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ എന്നാണ് വന്നത് എൻഡ് TB സ്ട്രാറ്റജി? 2014. സ്റ്റോപ്പ് TB ആണെങ്കിലോ അത് സ്റ്റോപ്പ് TB സ്ട്രാറ്റജി വന്നത് 2006. ക്ലിയർ അല്ലേ? അടുത്തത് ഇനിയെടാ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നോക്കാം ഏതൊക്കെ ഓർഗനൈസേഷനാണ്, അതിൻ്റെ ഹെഡ് ആരാണ്, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ആ പോസ്റ്റിന് എന്താണ് പേര് എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ നോക്കടാ, സ്റ്റേറ്റ് ട്യൂബർകുലോസിസ് ഓഫീസ്. അപ്പം സ്റ്റേറ്റ് തലത്തിൽ ഒരു ട്യൂബർകുലോസിസ് ഓഫീസ് ഉണ്ട്. അതിൻ്റെ ഹെഡായിട്ട് ആരാണ് ഇരിക്കുന്നത്? സ്റ്റേറ്റ് ട്യൂബർകുലോസിസ് ഓഫീസറാണ് ഇരിക്കുന്നത്. അടുത്തത് സ്റ്റേറ്റ് ട്യൂബർകുലോസിസ് ട്രെയിനിങ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്റർ ആണ്. ഇതിന്റെ ഹെഡ് ആരാണ്? ഡയറക്ടറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. സ്റ്റേറ്റ് ട്യൂബർകുലോസിസ് ഓഫീസ് ആണെങ്കിൽ അതിന്റെ ഹെഡായിട്ടിരിക്കുന്നത് സ്റ്റേറ്റ് ട്യൂബർകുലോസിസ് ഓഫീസറാണ്. എന്നാൽ സ്റ്റേറ്റ് ട്യൂബർകുലോസിസ് ട്രെയിനിങ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്റർ ആണെങ്കിൽ അതിന്റെ ഹെഡ് ആരാണ്? ഡയറക്ടറാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ഇനി ഡിസ്ട്രിക്ട് ലെവലിലാണെങ്കിലോ, ജില്ലാതലത്തിൽ എങ്ങനെയാണ്? ഡിസ്ട്രിക്ട് ട്യൂബർകുലോസിസ് സെന്റർ ഉണ്ട്. അതിന്റെ ഹെഡ് ആരാണ്? ഡിസ്ട്രിക്ട് ട്യൂബർകുലോസിസ് ഓഫീസറാണ്. അപ്പോൾ ജില്ലാതലത്തിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസിൽ ഹെഡ് സെന്ററിന്റെ പേര് ഡിസ്ട്രിക്ട് ട്യൂബർകുലോസിസ് സെന്റർ എന്നാണ്. അതിന്റെ ഹെഡ് ആരാണ്? ഡിസ്ട്രിക്ട് ട്യൂബർകുലോസിസ് ഓഫീസറാണ്. ഓക്കെ അല്ലേ? അടുത്തത് ട്യൂബർകുലോസിസ് യൂണിറ്റ്.
ഇനി ട്യൂബർകുലോസിസ് യൂണിറ്റ് ഉണ്ട്, അതിൻ്റെ കീഴിലായിട്ട് പ്രവർത്തിക്കുന്നതാണ് ട്യൂബർകുലോസിസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് ട്യൂബർകുലോസിസ് ഓഫീസ് ഉണ്ട്, സ്റ്റേറ്റ് ട്യൂബർകുലോസിസ് ട്രെയിനിങ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്റർ ഉണ്ട്, ഡിസ്ട്രിക്ട് ട്യൂബർകുലോസിസ് സെന്റർ ഉണ്ട്, അടുത്തത് ട്യൂബർകുലോസിസ് യൂണിറ്റുകളുണ്ട്. ഇത് ആരുടെയൊക്കെ ഇതിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ്? ഒരു മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കും TB കൺട്രോളിന്റെ, പിന്നെ സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സീനിയർ TB ലബോറട്ടറി സൂപ്പർവൈസറും ഉണ്ടായിരിക്കും. ഇനിയും അടുത്തത് മൈക്രോസ്കോപ്പി സെന്റേഴ്സ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് സെന്റേഴ്സുകളും ഉണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ടാണ് ഡോട്ട്സ് പ്രൊവൈഡേഴ്സ് ഉള്ളത്. അപ്പം ഈ ഓരോ ലെവലാണ്. ഇവിടെ നിന്ന് താഴെ നിന്ന് കൂടി വരും, മുകളിൽ നിന്ന് കുറഞ്ഞു വരും. ഏറ്റവും ഹൈ ആയിട്ടിരിക്കുന്നത് ട്യൂബർകുലോസിസ് ഓഫീസറാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ലെവലിൽ തന്നെ ഒരു ട്യൂബർകുലോസിസ് ട്രെയിനിങ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്റർ ഉണ്ട്, അതിന്റെ ഹെഡ് ഡയറക്ടറാണ്. അതുപോലെ തന്നെ ജില്ലാതലത്തിലേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്ട് ട്യൂബർകുലോസിസ് സെന്റർ, അതിന്റെ ഹെഡ് ഡിസ്ട്രിക്ട് ട്യൂബർകുലോസിസ് ഓഫീസറാണ്. അതിനുശേഷം അതിന്റെ താഴെ ട്യൂബർകുലോസിസ് യൂണിറ്റുകളുണ്ട്. അവിടെ ആരൊക്കെയുണ്ട്? മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കും TB കൺട്രോളിന്റെ, അതുപോലെ സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സീനിയർ TB ലബോറട്ടറി സൂപ്പർവൈസറും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അതിനും താഴെ വരുമ്പോഴാണ് മൈക്രോസ്കോപ്പി സെന്റേഴ്സുകളുണ്ട്, ട്രീറ്റ്മെന്റ് സെന്ററുകളുണ്ട്. ഏറ്റവും താഴെയായിട്ടാണ് ഡോട്ട്സ് പ്രൊവൈഡേഴ്സ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനിയും RNTPയുടെ ഓർഗനോഗ്രാം ഒന്ന് നോക്കാം. RNTCP എന്ന് പറയുന്നത് ഒരു 5 ലെവലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏതാണ്? 5 ലെവലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏതൊക്കെയാണ്? നാഷണൽ ലെവലുണ്ട്, സ്റ്റേറ്റ് ലെവലുണ്ട്, ഡിസ്ട്രിക്റ്റ് ഉണ്ട്, സബ് ഡിസ്ട്രിക്റ്റ് ഉണ്ട്, പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം നമുക്ക് ഓരോ ലെവലിലും ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിക്കുന്നു എന്നൊന്ന് നോക്കാം. ആദ്യം സെൻട്രൽ TB ഡിവിഷൻ. അപ്പോൾ ഏറ്റവും സെൻട്രൽ ലെവലിലുള്ള ഏറ്റവും ഹൈ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് സെൻട്രൽ TB ഡിവിഷൻ. ഇതിന്റെ കീഴിൽ വരുന്നതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് NTI, NIRT, NITRD, JALMA, ജാൽമ. ഓക്കെ, അപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ വരുന്നതാണത്. ഇതോടൊപ്പം തന്നെ എന്തുണ്ട്? നാഷണൽ കമ്മിറ്റി ഓൺ TB ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, നാഷണൽ ലബോറട്ടറി കമ്മിറ്റി ഉണ്ട്, NTWG ഫോർ TB HIV ഉണ്ട്, നാഷണൽ ടാസ്ക് ഫോഴ്സ് ഫോർ മെഡിക്കൽ കോളേജസ് ഉണ്ട്, നാഷണൽ OR കമ്മിറ്റി ഉണ്ട്, അഥവാ NTWG ഫോർ PPM. അപ്പം ഇതെല്ലാം സെൻട്രൽ TB ഡിവിഷന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കമ്മിറ്റീസും വരുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കാൻ ശ്രമിക്കുക. അടുത്ത് വന്നിട്ട് സ്റ്റേറ്റ് ലെവലിൽ വരുമ്പോൾ സ്റ്റേറ്റ് TB സെല്ലാണ്. അടുത്ത ലെവൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ് TB സെല്ലാണ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? സ്റ്റേറ്റ് TB ട്രെയിനിങ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്റർ ഉണ്ട്, SDS, IRL, ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറീസ് ആണ് IRL. അത് കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. ഇനി അടുത്തത് അതുപോലെ തന്നെ CNDST ലബോറട്ടറീസ് ഉണ്ട്, നോഡൽ DRTB സെന്റേഴ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ കുറിച്ച് നമ്മൾ 1 by 1 ആയിട്ട് പറയും. ഓക്കെ, ഇനി അടുത്ത ലെവലിൽ വരുന്നത് ഡിസ്ട്രിക്ട് TB സെന്റർ. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ, സെൻട്രൽ ലെവൽ, സെൻട്രൽ ലെവൽ പറഞ്ഞു, സ്റ്റേറ്റ് പറഞ്ഞു, അടുത്തത് ഡിസ്ട്രിക്ട് ലെവൽ പറയുകയാണ്. ഡിസ്ട്രിക്ട് TB സെന്റേഴ്സിൽ വരുന്നതാണ് DRTB സെന്റേഴ്സ്. അപ്പം ഡിസ്ട്രിക്ട് TB സെന്ററിൽ വരുന്നതാണ് DRTB സെന്റേഴ്സ്. അതിന്റെ താഴെയായിട്ടാണ് ട്യൂബർകുലോസിസ് യൂണിറ്റ്. ട്യൂബർകുലോസിസ് യൂണിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് 1 per ബ്ലോക്ക്, അഥവാ 1 per 1.5 to 2.5 lakh പോപ്പുലേഷൻ അർബൻ ഏരിയാസ്. ട്യൂബർകുലോസിസ് യൂണിറ്റിന്റെ ഭാഗമായിട്ട് അർബൻ ഏരിയാസിൽ 1.5 മുതൽ 2.5 ലക്ഷം വരെ പോപ്പുലേഷനിൽ ഒരു യൂണിറ്റ് എന്ന കോൺസെപ്റ്റിൽ വരുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ താഴെ മൈക്രോസ്കോപ്പി ഇത് സ്ഥിരീകരിക്കുന്ന സെന്റേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെയായിട്ട് പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റേഴ്സിന്റെ ഭാഗമായിട്ട് 1 per 1 lakh population or 1 per 0.5 lakh population tribal, hilly, desert and difficult areas. അപ്പോൾ ഇവിടെ പറയുന്നത് വേറൊന്നുമല്ല, ഇനി പ്ലെയിൻ ഏരിയാസും അതുപോലെ തന്നെ പ്ലെയിൻ ഏരിയാസിലാണെങ്കിൽ 1 ലക്ഷം 1 per 1 lakh പോപ്പുലേഷൻ ആണ്. അപ്പം എന്തുണ്ട്? ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റർ കാണും. ആർക്ക്? 1 ലക്ഷം പേർക്ക്. അല്ലെങ്കിൽ ട്രൈബൽ ഏരിയാസിലാണെങ്കിൽ 50,000 പേർക്ക് എന്ന കോൺസെപ്റ്റിലാണ് ഇത് പറയുന്നത്. RNTCP 5 ലെവലായിട്ടാണ്. നാഷണൽ ലെവലുണ്ട്, ഡിസ്ട്രിക്ട് ലെവലുണ്ട്, സബ് ഡിസ്ട്രിക്ട് ലെവലുണ്ട്, പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് ലബോറട്ടറി നെറ്റ്വർക്ക് എന്താണെന്നാണ് പറയുന്നത്. RNTCP ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ നേഷൻ വൈഡ് ലബോറട്ടറി നെറ്റ്വർക്ക്. അപ്പോൾ ഇവര് encompassing over 14,000 designated sputum microscopy centers, that is DMCs, supervised by intermediate reference laboratories at state level and national reference laboratories and central TB division at the national level.
അപ്പം ഇവർ ഒരു നാഷണൽ വൈഡ് നമുക്ക് ലാബുകൾ വേണം അല്ലേ, ആദ്യമായിട്ട് ഒരു നമ്മുടെ സ്പ്യൂട്ടം സാമ്പിൾ വെച്ചിട്ട് നമ്മൾ എന്താണ് കണ്ടെത്തണം, ഒരു രോഗിയാണോ അല്ലയോ, വേറെ കുഴപ്പമില്ലാത്ത വ്യക്തിയാണോ രോഗിയാണോ. അപ്പോൾ അതിന് വേണ്ടിയില്ല ഒരു ലബോറട്ടറി, ഒരു വലിയ ലബോറട്ടറി നെറ്റ്വർക്ക് തന്നെ എന്ത് വേണം, ആവശ്യമായിട്ടുണ്ട്. ഇന്ത്യ പോലത്തെ ഇത്രയും പോപ്പുലേറ്റ് ആയിട്ടുള്ള കൺട്രിയാണ്, അപ്പോൾ അത്രയും ലബോറട്ടറി നെറ്റ്വർക്ക് വേണം. അതിലെന്ത് പറയുന്നുണ്ട്, ഏകദേശം എത്ര DMCs ആണ് ഇവിടെ ഉള്ളത്, 14,000 DMCs ആണ്. ഇതിനെ സൂപ്പർവൈസ് ചെയ്യാൻ ആരാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ലെവലിൽ. സ്റ്റേറ്റ് ലെവലിൽ ആരാണ്, ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറീസ് ആണ് സ്റ്റേറ്റ് ലെവലിൽ ഇതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതെങ്കിൽ നാഷണൽ ലെവലിൽ നാഷണൽ റെഫറൻസ് ലബോറട്ടറീസ് ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ TB ഡിവിഷനും ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ഇത്രയും ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു രാജ്യത്ത് ഇത്രയും ആളുകളിലേക്ക് ഇതിലേക്ക് എത്തി ഇവർക്ക് അസുഖമുണ്ടോ എന്നൊക്കെ ഇത് ചെയ്യണമെങ്കിൽ ഒരു വലിയൊരു ലബോറട്ടറി നെറ്റ്വർക്ക് വേണം. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 14,000 ഡെസിഗ്നേറ്റഡ് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി സെന്റേഴ്സ് ആണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. സ്റ്റേറ്റ് ലെവലിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറീസും. നാഷണൽ ലെവലിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് നാഷണൽ റെഫറൻസ് ലബോറട്ടറീസും സെൻട്രൽ TB ഡിവിഷനും ആണ്. ഓക്കെ അല്ലേ. അടുത്തത് RNTCP aims to consolidate the laboratory network in a well-organized one with a defined hierarchy for carrying out sputum microscopy with external assessment EQA. എന്താണ് ഇവിടെ പറയുന്നത്, അപ്പം ഇതിനെല്ലാം ഇവരുടെ പ്രവർത്തനത്തെ എല്ലാം ഏകീകരിക്കണം. അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ എല്ലാം ഒരുപാട് ലാബുകളുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഏകീകരിക്കണം, ഒരു ഓർഗനൈസ്ഡ് മാനറിൽ പോകണം അല്ലേ, ഒരു ഹയറാർക്കിക്കൽ മാനറിൽ പോകണം അല്ലേ. ക്യാരിങ് ഔട്ട് സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി, കൃത്യമായിട്ട് എന്ത് നടക്കണം, സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി നടക്കണം. എങ്ങനെ നടക്കണം, എക്സ്റ്റേണൽ ക്വാളിറ്റി അസസ്മെന്റ്, കൃത്യമായിട്ട് ആ ക്വാളിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ സ്പ്യൂട്ടം മൈക്രോസ്കോപ്പി നടക്കണം. അതിനുവേണ്ടി ഈ നെറ്റ്വർക്ക് എല്ലാം എന്ത് ചെയ്യണം, പരസ്പരം ഏകോപിപ്പിക്കണം അല്ലേ, ഒരുമിച്ച് കൊണ്ടുവരണം. അപ്പം അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കൃത്യമായിട്ട് ഓരോ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കപ്പെടണം, കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടണം അല്ലെ, കൃത്യമായിട്ട് പല പല സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് നാഷണൽ റെഫറൻസ് ലബോറട്ടറീസ് എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന, നാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന സംഭവമാണ് നാഷണൽ റെഫറൻസ് ലബോറട്ടറീസ് എന്ന് പറഞ്ഞു. അപ്പം നാഷണൽ റെഫറൻസ് ലബോറട്ടറി എത്ര എണ്ണം ഉണ്ട്, ഏതൊക്കെയാണ്? ആദ്യത്തേത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ട്യൂബർകുലോസിസ്, ചെന്നൈ. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം ചെന്നൈയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന NRLന്റെ പേരെന്താണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ട്യൂബർകുലോസിസ്. ഇനി ബാംഗ്ലൂരിൽ ഒരെണ്ണം പ്രവർത്തിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്നതിൻ്റെ പേരെന്താണ്, നാഷണൽ ട്യൂബർകുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇനി ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ എന്താണ് പേര്, ലാലാ രാം സ്വരൂപ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്യൂബർകുലോസിസ് ആൻഡ് റെസ്പിറേറ്ററി ഡിസീസസ് അഥവാ LRS എന്നറിയപ്പെടുന്നു. ഇതും എന്ത് തന്നെയാണ്, ഒരു നാഷണൽ റെഫറൻസ് ലബോറട്ടറി ആണ്, അതിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇനി അടുത്തത് ജൽമ ഇൻസ്റ്റിറ്റ്യൂട്ട്, ആഗ്രയിൽ പ്രവർത്തിക്കുന്ന ജൽമ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് റീജിയണൽ മെഡിക്കൽ റിസർച്ച് സെന്റർ ഭുവനേശ്വറിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ മെഡിക്കൽ റിസർച്ച് സെന്ററും ഇതിൻ്റെ ഭാഗമാണ്. അടുത്തതായി ഭോപ്പാൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഭോപ്പാലിൽ പ്രവർത്തിക്കുന്ന ഭോപ്പാൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. അങ്ങനെ ഇതെല്ലാമാണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കപ്പെടുന്ന നാഷണൽ റെഫറൻസ് ലബോറട്ടറികൾ. ഓക്കെ, അപ്പോൾ ഓർക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ 6 എണ്ണത്തിൻ്റെ പേര് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. കാര്യം ഏതൊക്കെയാണ് താഴെ തന്നിരിക്കുന്നതിൽ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലബോറട്ടറീസ് ആർ വർക്കിംഗ് അണ്ടർ നാഷണൽ റെഫറൻസ് ലബോറട്ടറി എന്നിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും പുതിയ പേരുകളൊക്കെ തരും. അപ്പോൾ ഈ പേരുകൾ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എക്സെപ്ഷണൽ ആയിട്ടുള്ള വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനെ കണ്ടെത്താനും അല്ല എന്ന് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നാഷണൽ റെഫറൻസ് ലബോറട്ടറീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഫസ്റ്റ് വൺ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ ട്യൂബർകുലോസിസ് NIRT ചെന്നൈ, നാഷണൽ ട്യൂബർകുലോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് NTI ബാംഗ്ലൂരു, ലാലാ രാം സ്വരൂപ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്യൂബർകുലോസിസ് ആൻഡ് റെസ്പിറേറ്ററി ഡിസീസസ് LRS ഡൽഹി, ജൽമ ഇൻസ്റ്റിറ്റ്യൂട്ട് ആഗ്ര, റീജിയണൽ മെഡിക്കൽ റിസർച്ച് സെന്റർ ഭുവനേശ്വർ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഭോപ്പാൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഭോപ്പാൽ. അപ്പോൾ ഇതെല്ലാം NRL ആണ്. നിങ്ങളിതെല്ലാം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കുക.
ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തത് ദ NRLs work closely with the IRLs, monitor and supervise the IRLs activities and also undertake periodic training for the IRL staff in EQA. അപ്പോൾ എന്താണ് പറയുന്നത് ഇവിടെ? NRL, IRL. എന്താണ് IRL? ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറീസ് ആണ്. നമ്മൾ NRL പറഞ്ഞു, നാഷണൽ റെഫറൻസ് ലബോറട്ടറീസ്. അപ്പോൾ ഇവരും IRL എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ ക്ലോസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? സെൻട്രൽ ലെവലിൽ നിന്ന് സ്റ്റേറ്റ് ലെവലിൽ ഒരു കണക്ഷൻ ഉണ്ട്. എന്തിനാണ് ഈ കണക്ഷൻ? മോണിറ്റർ ആൻഡ് സൂപ്പർവൈസ് ദ IRS ആക്ടിവിറ്റീസ്. കൃത്യമായിട്ട് ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറീസിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും ചെയ്യും. ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് സൂപ്പർവിഷനും നൽകും. അതിന് കൃത്യമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് നിരീക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് എന്താണ് പല ട്രെയിനിങ്ങുകൾ നൽകുക. അതുപോലെ തന്നെ ഓൾസോ അണ്ടർടേക്ക് പീരിയോഡിക് ട്രെയിനിങ്. അതാണ് പറയുന്നത്, ട്രെയിനിങ് നൽകുന്നുണ്ട് അല്ലേ? ആർക്ക് കൊടുക്കുന്നു? IRL സ്റ്റാഫിന് കൊടുക്കുന്നു. എന്തിൻ്റെയൊക്കെ ബേസിലാണ്? എന്താണ്? എക്സ്റ്റേണൽ ക്വാളിറ്റി അസസ്മെന്റ് ബേസിൽ. അതുപോലെ കൾച്ചർ ആൻഡ് DST എന്ന് പറയുന്നത് ഡ്രഗ് സെസിബിലിറ്റി ടെസ്റ്റിംഗ്. അതുപോലെ തന്നെ LP എന്ന് പറയുന്നത് ലൈൻ പ്രോബ് അസയാണ്. അതുപോലെ CB-NAT എന്ന് പറയുന്ന ആക്ടിവിറ്റീസ്, കാർട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിയിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. അപ്പം വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ അതായത് പലതരം ടെസ്റ്റുകൾ നടത്തണം. അപ്പോൾ ആ ടെസ്റ്റുകളിൽ ഈ IRL വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് കൂടുതൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ആര് കൊടുക്കാറുണ്ട്? IRL, അത് ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറീസിലെ സ്റ്റാഫുകൾക്കാണ് കൊടുക്കുന്നത്. ഇതിന്റെ മേൽനോട്ടം ആരും കൂടെ വഹിക്കുന്നുണ്ട്? നാഷണൽ റെഫറൻസ് ലബോറട്ടറീസുകളുടെ മേൽനോട്ടത്തിലാണ് ഇത് നടത്തുന്നത്. ഇനി അടുത്ത് എന്താണ് പറയുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3 microbiologists and 4 laboratory technicians to each NRL for supervision and monitoring of laboratory. ഈ ലബോറട്ടറി, അപ്പം ഇതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ലബോറട്ടറികളെ സൂപ്പർവൈസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? 3 മൈക്രോബയോളജിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ 4 ലബോറട്ടറി ടെക്നീഷ്യൻസ് കാണും അല്ലെ? NRL കാണും. എന്തിനാണ്? അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണ്? സൂപ്പർവിഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ലബോറട്ടറി. അപ്പോൾ ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പറയുന്ന ടെസ്റ്റുകളെല്ലാം നടത്തപ്പെടുന്നുണ്ടോ? കൃത്യമായിട്ട് ടെസ്റ്റുകൾ നടക്കുന്നത് ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ടാണോ? ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് സൂപ്പർവിഷൻ അതുപോലെ മോണിറ്ററിംഗ് എല്ലാം നടത്താറുണ്ട്. പിന്നെ NRL മൈക്രോബയോളജിസ്റ്റും ലബോറട്ടറി സൂപ്പർവൈസർ അഥവാ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറയുന്നത് വിസിറ്റ് ഈച്ച് അസൈൻഡ് സ്റ്റേറ്റ് അറ്റ് ലീസ്റ്റ് വൺസ് എ ഇയർ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ കൃത്യമായിട്ട് എന്താണ് ഓരോ സ്റ്റേറ്റിലും അതാത് സ്റ്റേറ്റിലുണ്ടല്ലോ അവിടെ വിസിറ്റ് ചെയ്യും. എങ്ങനെയാണ് വിസിറ്റ് ചെയ്യുന്നത്? വൺസ് ഇയർ, ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും, ഫോർ 2 to 3 days ആസ് എ പാർട്ട് ഓഫ് ഓൺ സൈറ്റ് ഇവാലുവേഷൻ. വെറുതെ അങ്ങ് ഇവാലുവേറ്റ് ചെയ്യില്ല, ആ സ്ഥലത്ത് പോയി അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പ്രവർത്തനങ്ങളെല്ലാം കൃത്യതയോടെയാണോ നടക്കുന്നത്, കൃത്യമായിട്ട് ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നുണ്ടോ, ഈ മുകളിൽ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നുവെങ്കിൽ കൃത്യമായിട്ട് രോഗികളെ നിരീക്ഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കോൺസെപ്റ്റുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ സൈറ്റ് ഇവാലുവേഷൻ ആണ്, വൺസ് എ ഇയർ ആണ്. ഒരു വർഷത്തിലൊരിക്കൽ സൈറ്റിൽ പോയി അത് കണ്ട് മനസ്സിലാക്കി അവർ എടുക്കുന്നു. ആരാണ് പോകുന്നത്? മൈക്രോബയോളജിസ്റ്റുകളും അതുപോലെ തന്നെ ലബോറട്ടറി സൂപ്പർവൈസർ ടെക്നീഷ്യനും അല്ലേ? എവിടത്തുള്ള NRL ലെവലിലുള്ളതാണ്. നാഷണൽ റെഫറൻസ് ലബോറട്ടറീസിലുള്ള മൈക്രോബയോളജിസ്റ്റുകളും ലബോറട്ടറി സൂപ്പർവൈസറുകളോ അല്ലെങ്കിൽ ടെക്നീഷ്യനുകളോ ആണ് വിസിറ്റ് ചെയ്യുന്നത്. ഒരു വർഷത്തിലൊരിക്കൽ ഓൺ സൈറ്റ് ഇവാലുവേഷൻ ആണ്, ആ സ്ഥലത്ത് പോയി മനസ്സിലാക്കുക. അതിനുശേഷം ഇതെല്ലാം എന്തിൻ്റെ കീഴിലാണ്? EQA RNTCPയുടെ EQA പ്രോട്ടോകോൾ അനുസരിച്ച് കൃത്യമായിട്ട് ഇത് നടന്നു വരുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 പോയിന്റുകളും. ഓക്കെ, അതായത് NRLും IRLും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതിന് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടല്ലേ? ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല, മൈക്രോബയോളജിസ്റ്റുകൾ ഒരു വർഷത്തിലൊരിക്കൽ കൃത്യമായിട്ട് സൈറ്റിൽ പോയി അവിടെ ചെന്നാണ് ഇവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അവർ 2-3 ദിവസം എടുത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്നെല്ലാം ഈ RNTCP EQA പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് ഇതെല്ലാം നടത്തി വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറി IRL എന്താണെന്ന് നോക്കാം. 1 IRL ഹാസ് ബീൻ ഡെസിഗ്നേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ട്യൂബർക്ലോസിസ് ട്രെയിനിങ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്റേഴ്സ്. അപ്പം ഒരു one IRL ഹാസ് ബീൻ ഡെസിഗ്നേറ്റഡ്. ഓരോ സ്റ്റേറ്റ് ട്യൂബർക്ലോസിസ് ട്രെയിനിങ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്ററുകളിൽ അല്ലെങ്കിൽ അവിടുത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറികളിൽ അല്ലെങ്കിൽ അവിടുത്തെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ ഒരു IRLനെ ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറി ബന്ധപ്പെട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ 1 IRL ഹാസ് ബീൻ ഡെസിഗ്നേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ട്യൂബർകുലോസിസ് ട്രെയിനിങ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ സെന്റേഴ്സ്. അതായത് STDCയിലോ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറികളിലോ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകമായ മെഡിക്കൽ കോളേജുകളിലോ കൃത്യമായിട്ട് ഒരു IRLനെ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
ഇനി അടുത്തത് ഇവരുടെ IRL, അതായത് ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറി, അതുമായിട്ട് ബന്ധപ്പെട്ട് ഫംഗ്ഷൻ ചെയ്യുന്നവരുടെ ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്താണ്? ഓക്കെ, ദി ഫംഗ്ഷൻസ് ഓഫ് IRL ആർ സൂപ്പർവിഷൻ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് EQA ആക്ടിവിറ്റീസ്, എക്സ്റ്റേണൽ ക്വാളിറ്റി അസസ്മെന്റ്. അതായത് കൃത്യമായിട്ട് ഈ ക്വാളിറ്റി എല്ലാം, ഈ സംഭവം, ഈ ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യും, നിരീക്ഷിക്കുന്നുണ്ട്, അതിനെ എന്ത് ചെയ്യുന്നു, സൂപ്പർവൈസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ, കൃത്യമായിട്ട് ഇവർ അതിനെ വീക്ഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ മൈക്രോ ബാക്ടീരിയൽ കൾച്ചർ ആൻഡ് DST ആൻഡ് ഓൾസോ ഡ്രഗ് റെസിസ്റ്റൻസ് സർവൈലൻസ് DRS ഇൻ സെലക്ടഡ് സ്റ്റേറ്റ്സ്. ആ സെലക്ട് ചെയ്ത സ്റ്റേറ്റിൽ കൃത്യമായിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട്, മൈക്രോബയോഗ്രിയൽ കൾച്ചറും അതുപോലെ തന്നെ DSTയും നടക്കുന്നുണ്ട്. ഓൾസോ ഡ്രഗ് റെസിസ്റ്റൻസ് സർവൈലൻസ്, അതുപോലെ തന്നെ DRS. എന്താണ് ഡ്രഗ് റെസിസ്റ്റൻസ് സർവൈലൻസ്? അതായത് ഇപ്പം വേറൊന്നും ഇല്ലടാ, കൃത്യമായിട്ടും ആ സെലക്ടഡ് സ്റ്റേറ്റ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൾച്ചറുകളും ടെസ്റ്റുകളും എല്ലാം നടക്കുന്നുണ്ട് എന്ന് എന്താണ് ഉറപ്പ് വരുത്തണം അല്ലേ. ഇപ്പം നമ്മൾ ഒരു സംരംഭത്തിന് ഇറങ്ങുമ്പം കൃത്യമായിട്ട് എല്ലാ ലെവലിലും, സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിലെ എല്ലാ ലെവലിലും ഈ പറയുന്ന കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ എന്താവുള്ളൂ, നമുക്ക് പൂർണ്ണമായിട്ടൊരു സക്സസ് എന്ന് പറയുന്നത് ഉണ്ടാവുകയുള്ളൂ അല്ലേ. കുറച്ച് ഭാഗത്തുമായിട്ട് മാത്രം അത് ഒതുങ്ങി നിന്നാൽ അതിലൊരു ഡെവലപ്മെൻറ്റ് ഒന്നും വരത്തില്ല അല്ലേ. വീണ്ടും എന്താണ് സഫറിങ്സും അല്ലെങ്കിൽ ഡെത്ത് റേറ്റും എല്ലാം റിമൈൻസ് ഹൈ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിന് ഇപ്പോൾ എല്ലാ ലെവലിലേക്കും എത്തിക്കണം, എല്ലാ ടെസ്റ്റിങ്ങുകളും എല്ലാ സബായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ യൂണിറ്റുകളിലും എത്തിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ഏത് സെലക്ടഡ് സ്റ്റേറ്റ്സിൽ കൃത്യമായിട്ട് അതിനായിട്ടുള്ള ടെസ്റ്റിങ്ങുകളും അതുപോലെ തന്നെ സർവൈലൻസും നടക്കാറുണ്ട്. ഇനി ദി IRL എൻഷുവേഴ്സ് ദ പ്രൊഫിഷ്യൻസി ഓഫ് സ്റ്റാഫ് ഇൻ പെർഫോമിംഗ് സ്പിയർ മൈക്രോസ്കോപ്പി ആക്ടിവിറ്റീസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവരുടെ പ്രൊഫിഷ്യൻസി, ഇവരുടെ കാര്യക്ഷമത കൃത്യമായിട്ട് പരീക്ഷിക്കുന്നുണ്ട്. എൻഷുർ ഉറപ്പുവരുത്തുന്നുണ്ട്, IRL ഉറപ്പുവരുത്തുന്നുണ്ട്. എങ്ങനെ ഉറപ്പുവരുത്തുന്നുണ്ട്? ഇൻ കേസ് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ടെക്നിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് ആൻഡ് സബ് ഡിസ്ട്രിക്ട് ലബോറട്ടറി ടെക്നീഷ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അവർ കൃത്യമായിട്ട് ഓൺസൈറ്റ് ഇവാലുവേഷനാണ് നടക്കുന്നത്. ആ സ്ഥലത്ത് ഒരു വർഷത്തിൽ ഒരിക്കൽ പോയി അവരെല്ലാം കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ആ സൂപ്പർവിഷന്റെ ഭാഗമായിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകം ട്രെയിനിങ് ഈ IRLുമായിട്ട് വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്ക് മറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിക്ട് ലെവലിലും സബ് ഡിസ്ട്രിക്ട് ലെവലിലും കൃത്യമായിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് ആവശ്യാനുസരണം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് സീനിയർ ലബോറട്ടറി സൂപ്പർവൈസേഴ്സ്, അപ്പോൾ അതിന് ആര് വരുന്നുണ്ട്, സീനിയർ ലബോറട്ടറി സൂപ്പർവൈസേഴ്സ് വരെ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഇത് IRL എൻഷുവേഴ്സ് ദ പ്രൊഫിഷ്യൻസി. അപ്പോൾ ഇതെല്ലാം എന്തിനാണ്, ഈ കാര്യക്ഷമതയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്പിയർ മൈക്രോസ്കോപ്പിയൊക്കെ ചെയ്യുന്നു, എന്തെങ്കിലും കാഴ്ചകൾ വരുന്നുണ്ടോ, എന്തെങ്കിലും തെറ്റുകളുണ്ടോ, അതൊക്കെ കൃത്യമായിട്ടും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി, ഇനിയും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്താണ് അവർ ചെയ്യുന്ന കുഴപ്പം അത് മനസ്സിലാക്കി അവർക്ക് അതിനനുസരിച്ചുള്ള ഗൈഡൻസും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നു. അത് ഡിസ്ട്രിക്ട് ലെവലിലും കൊടുക്കുന്നുണ്ട്, സബ് ഡിസ്ട്രിക്ട് ലെവലിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ STL സൂപ്പർവൈസേഴ്സിനും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നൽകപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ലബോറട്ടറി ടെക്നീഷ്യൻസ് ഡിസ്ട്രിക്ട് ലെവലായിക്കോട്ടെ സബ് ഡിസ്ട്രിക്ട് ലെവലായിക്കോട്ടെ അല്ലെങ്കിൽ സീനിയർ TB ലബോറട്ടറി സൂപ്പർവൈസേഴ്സ്ക്ക് എല്ലാവർക്കും അവരുടെ പ്രൊഫഷൻസി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി IRLന്റെ നേതൃത്വത്തിൽ എന്ത് നൽകുന്നുണ്ട്, ട്രെയിനിങ്ങും മോണിറ്ററിങ്ങും സൂപ്പർവിഷനും എല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ IRL അണ്ടർടേക്ക് ഓൺ സൈറ്റ് ഇവാലുവേഷൻ ആൻഡ് പാനൽ ടെസ്റ്റിംഗ് ടു ഈച്ച് ഡിസ്ട്രിക്ട് ഇൻ ദ സ്റ്റേറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വൺസ് എ ഇയർ, ട്വൈസ് എ ഇയർ, ത്രൈസ് എ ഇയർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ IRLന്റെ അണ്ടർടേക്ക് ഓൺ സൈറ്റ്, ഇവരും എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ സൈറ്റ് ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പാനൽ ടെസ്റ്റിംഗ് ഉണ്ട്. എന്തിനാണ്, ടു ഈച്ച് ഡിസ്ട്രിക്ട്, ഓരോ ഡിസ്ട്രിക്റ്റിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരുടെ പ്രത്യേക യൂണിറ്റുകളിൽ കൃത്യമായിട്ട് പോയി ഓൺ സൈറ്റ് ഇവാലുവേഷനാണ്, അവിടെ പോയി ഒരു വർഷത്തിലൊരിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ മൊത്തം പാനലിനെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവരൊരു കൺക്ലൂഷനിൽ എത്താറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത കഴിഞ്ഞാൽ എന്താണ് DMC അഥവാ ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റർ എന്നാണ് പറയാൻ പോകുന്നത്. ദി മോസ്റ്റ് പെരിഫറൽ ലബോറട്ടറി അണ്ടർ ദ RNTCP. RNTCPയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വിശാലമായ പെരിഫറൽ ലബോറട്ടറി ഏതെന്ന് ചോദിച്ചാൽ അതാണ് DMC എന്ന് പറയുന്നത്. അപ്പം ഇവർ എത്ര പോപ്പുലേഷൻ, ഇവർ ഏകദേശം 1 lakh പോപ്പുലേഷൻ ഇവരുടെ കൺട്രോളിലാണ്. ഇവർ 100,000 പോപ്പുലേഷൻ ചോദിക്കാം, എത്ര പോപ്പുലേഷൻ ഓഫ് അറൌണ്ട് 1 lakh, 100,000 ആളുകളുടെയാണ് ഇവർ ഓരോ വർഷം സെർവ് ചെയ്യുന്നത്. ഓക്കെ, ഇവർ സെർവ് ചെയ്യുന്നത് എന്താണ്, 100,000 ആളുകളെയാണ്.
ഓക്കെ, RNTCPയുടെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ യൂണിറ്റാണ് DMC. ഏറ്റവും വിപുലീകരിച്ച ഒരു യൂണിറ്റാണ് DMC എന്ന് പറയുന്നത്. ഇത് ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾക്ക് ഇവരുടെ സർവീസ് നൽകുന്നുണ്ട്. നോർമൽ പ്ലേസിൽ 1 ലക്ഷം പേർ ആളുകൾക്കാണ്. ഇനി ട്രൈബൽ അഥവാ ഹില്ലി ഏരിയസിലാണെങ്കിൽ 50,000 പേർക്ക് ഇവരുടെ ഹെൽപ്പ് അല്ലെങ്കിൽ ഇവരുടെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി കറന്റ് ഓൾ ദി ഡിസ്ട്രിക്ട്സ് ഇൻ ദ കൺട്രി ആർ ഇംപ്ലിമെന്റിംഗ് EQA. ഇപ്പോൾ നിലവിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും EQA എക്സ്റ്റേണൽ ക്വാളിറ്റി അസസ്മെന്റ് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പം എന്താണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് ക്വാളിറ്റി പരമായിട്ട് കൃത്യതയോടെയാണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നർത്ഥം. അടുത്തത് ഫോർ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പർപ്പസസ് ദ NRL ഓൺ സൈറ്റ് ഇവാലുവേഷൻ OSC ആണെന്ന് വെച്ചാൽ ഓൺ സൈറ്റ് ഇവാലുവേഷൻ ആണ്. റെക്കമെൻഡേഷൻസ് ടു IRLs ആൻഡ് ഡിസ്ട്രിക്ട്സ് ആർ ഡിസ്കസ്ഡ് ഇൻ ദ RNTCP ലബോറട്ടറി കമ്മിറ്റി മീറ്റിംഗ്സ് ക്വാർട്ടർലി അറ്റ് CTD. അപ്പം 3 മാസത്തിലൊരിക്കൽ CTD ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന മീറ്റിങ്ങുകളിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തിൻ്റെ ചർച്ച? ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പർപ്പസസ്. അതായത് ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റിക്ക് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഓൺ സൈറ്റ് ഇവാലുവേഷൻ നടക്കുന്നുണ്ട് അല്ലേ. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് NRLന്റെ വിഭാഗം IRLന് കൃത്യമായിട്ട് ആവശ്യമുള്ള റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാണ്, നിങ്ങൾക്ക് പറ്റിയ വീഴ്ച അതൊന്നും കൂടെ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്, സൂപ്പർവൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് എല്ലാ ലെവലിലും ഡിസ്ട്രിക്റ്റിലും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? RNTCP ലബോറട്ടറി കമ്മിറ്റികളിലും മീറ്റിംഗ്സിലും കൃത്യമായിട്ട് ഇതെന്ത് ചെയ്യുന്നുണ്ട്? ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം എന്താണ് പറയുന്നത്? ഫോർ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പർപ്പസസ്. അപ്പം എല്ലാത്തിനും വേണ്ട എന്താണ്? ക്വാളിറ്റി വേണം അല്ലേ. ഈ സ്പ്യൂട്ടം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉറപ്പുവരുത്തേണ്ട ഒരു സംഭവമാണ് ക്വാളിറ്റി അല്ലേ. എന്തെങ്കിലും ചെറിയ ഇതുകൊണ്ട് ഒരു രോഗി അല്ലാത്ത ആൾ രോഗിയാവാം, രോഗിയായാൽ രോഗി അല്ലാതെ ആവും. അപ്പം ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, സംഭവിക്കാൻ പാടില്ല. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ നേതൃത്വത്തിലിരിക്കുന്ന NRLും IRLും എല്ലാം കൃത്യമായിട്ട് മീറ്റിങ്ങുകളിൽ ഇത് അപ്ഡേറ്റ് ചെയ്യുകയും ആവശ്യമെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. അടുത്തത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വർക്ക്ഷോപ്സ് ഫോർ ദ സ്റ്റേറ്റ് ലെവൽ TB ഓഫീസേഴ്സ് ആൻഡ് ലബോറട്ടറി മാനേജേഴ്സ് ആർ ഫോക്കസ് ഓൺ ഇഷ്യൂസ് സച്ചസ്. അപ്പോൾ എന്താണ് പറയുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വർക്ക്ഷോപ്സ് ഫോർ ദ സ്റ്റേറ്റ് ലെവൽ. അപ്പം ഇപ്പം സ്റ്റേറ്റ് ലെവലിൽ നോക്കടാ, സ്റ്റേറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്ന TB ഓഫീസേഴ്സിനും അതുപോലെ തന്നെ ലബോറട്ടറി മാനേജേഴ്സിനും ഇവർക്ക് അപ്പോൾ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവർ ഈ അവരുടെ ക്വാളിറ്റി ഇപ്പോൾ ഉള്ള ക്വാളിറ്റിയിൽ നിന്നും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് ഇഷ്യൂസിനെ കുറിച്ചിട്ട് അവരിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വർക്ക്ഷോപ്സ് അത് ആർക്കൊക്കെയാണ്? സ്റ്റേറ്റ് ലെവൽ TB ഓഫീസേഴ്സിനും ലബോറട്ടറി മാനേജേഴ്സിനുമാണ്. അപ്പോൾ ഇവർ ഏതൊക്കെ ഇഷ്യൂസിലാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഹ്യൂമൻ റിസോഴ്സസ് trainings, AMC for binocular microscopes, quality specifications for Sain-Nielsen stains, RBRC blinding and coding issues, biomedical waste disposal, infection control measures, etc. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ച് അല്ലേ. അപ്പം എന്താണ്, എത്ര ആളുകളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ അവർക്ക് നൽകപ്പെടേണ്ട ട്രെയിനിങ് എന്താണ്, അതുപോലെ തന്നെ AMC for binocular microscopes കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന മൈക്രോസ്കോപ്പുകളുടെ നിലവാരം കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം, നോക്കണം. അതുപോലെ തന്നെ ക്വാളിറ്റി സ്പെസിഫിക്കേഷൻസ് ഫോർ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ടെസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം അതിൻ്റെ എല്ലാം ക്വാളിറ്റി കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യപ്പെടണം അല്ലേ, കൃത്യമായിട്ട് അവിടെ അത് വിലയിരുത്തപ്പെടണം. അതുപോലെ തന്നെ RBRC ബ്ലൈൻഡിങ് ആൻഡ് കോഡിംഗ് ഇഷ്യൂസ്, RBRC റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലൈൻഡിങ് കോഡിംഗ് ഇഷ്യൂസുകളെല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പാലിക്കപ്പെടണം, അല്ലെങ്കിൽ അതിനെ സൂപ്പർവൈസ് ചെയ്യപ്പെടണം. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സിനെ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യപ്പെടണം. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ് എക്സെട്ര. ഈ ഇൻഫെക്ഷനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം അല്ലെ. ഒരാളിൽ വരുന്ന വളരെ പെട്ടെന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യപ്പെടണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസിലാണ്, ഈ ഇഷ്യൂസിലൊക്കെയാണ് ഇവർക്ക് എന്ത് കൊടുക്കുന്നത്, വർക്ക്ഷോപ്സ് കൊടുക്കുന്നത്. ആർക്കൊക്കെ കൊടുക്കുന്നു? സ്റ്റേറ്റ് ലെവൽ TB ഓഫീസേഴ്സിനും ലബോറട്ടറി മാനേജേഴ്സും. ഈ ഇഷ്യൂസിനെല്ലാം ഇവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള അറിവും ആവശ്യമെന്ന് വെച്ചാൽ അതിൻ്റെ മറ്റുള്ള ട്രെയിനിങ്ങും അതിൻ്റെ ബാക്കി സംഭവങ്ങളും എല്ലാം ഇവരിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നു. ഓക്കെ അല്ലേ. അടുത്തത് കൾച്ചർ ആൻഡ് DST ലബോറട്ടറീസ്, C&DST ആണ്.
അപ്പം ഇൻ അഡീഷൻ ടു IRLS, the RNTCP also involves the microbiology department of medical colleges for providing diagnostic services for the drug resistant TB, extrapulmonary TB and research. അപ്പം IRLS ഓൾറെഡി വർക്കിംഗ് ആണ്. ഇത് കൂടാതെ RNTCP ആരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓരോ പർട്ടിക്കുലർ സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ജില്ലകളുടെ മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിനും അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്തുകൊണ്ടുന്നു ഡയഗ്നോസിസ് സർവീസസ് ഫോർ ദ ഡ്രഗ് റെസിസ്റ്റന്റ് TB ആൻഡ് എക്സ്ട്രാ പൾമണറി ആൻഡ് റിസർച്ച്. അപ്പം നമുക്കറിയാം പല മരുന്നുകളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള വീര്യം കൂടിയ ബാക്ടീരിയസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, IRLS കൂടാതെ ഓരോ കൺസേൺഡ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജിലെ മൈക്രോ ബയോളജി ഡിപ്പാർട്ട്മെന്റിലും കൃത്യമായിട്ട് അവർക്കും ആവശ്യത്തിന് ഡയഗ്നോസ്റ്റിക് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടി? ഡ്രഗ് റെസിസ്റ്റന്റ് TBക്കും അതുപോലെ തന്നെ എക്സ്ട്രാ പൾമണറി TB അതുമായിട്ടുള്ള റിസർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും ആർക്ക് മാത്രമല്ല IRLSന് മാത്രമല്ല RNTCP പ്രോഗ്രാമിന്റെ കീഴിൽ ആ പർട്ടിക്കുലർ കൺസേൺഡ് മെഡിക്കൽ കോളേജിലുള്ള മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിലും പല സൂപ്പർവിഷൻസ് മോണിറ്ററിങ്ങും അതുപോലെ തന്നെ സപ്പോർട്ടും നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ ഇഷ്യൂവിന്റെ പേരിലാണ്. അടുത്തത്, there are 69 RNTCP certified C and DST laboratories in the country. അപ്പം എത്ര RNTCP സർട്ടിഫൈഡ് C and DST ലബോറട്ടറീസ് ഉണ്ട് നമ്മുടെ രാജ്യത്ത്? 69. There are 69 RNTCP സർട്ടിഫൈഡ് RNTCP പ്രോഗ്രാമിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏകദേശം 69ഓളം സർട്ടിഫൈഡ് C and DST ലബോറട്ടറീസ് ആണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഇതിൽ പബ്ലിക് സെക്ടറും ഉൾപ്പെടും, വിച്ച് ഇൻക്ലൂഡ്സ് ലബോറട്ടറി ഫ്രം പബ്ലിക് സെക്ടർ, IRLS ആൻഡ് B മെഡിക്കൽ കോളേജസ്, പ്രൈവറ്റ് സെക്ടർ ആൻഡ് ഓപ്പറേറ്റഡ് ബൈ NGOs. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ചോദിക്കാം, പ്രൈവറ്റ് സെക്ടറും ഉൾപ്പെടും, നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ഗവൺമെന്റ് അല്ലേ, പ്രൈവറ്റ് സെക്ടർ ഒന്നും ഇല്ല, പബ്ലിക് മാത്രമേ ഉള്ളൂ എന്നല്ല, പ്രൈവറ്റ് സെക്ടറിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്താണ് ഈ മേഖലയിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നിർമ്മാർജ്ജനം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കപ്പെടുന്നത്. ഏത് പ്രോഗ്രാമിന്റെ കീഴിൽ? RNTCP എന്ന പ്രോഗ്രാമിന്റെ കീഴിൽ. എത്ര സർട്ടിഫൈഡ് C and DST ലബോറട്ടറീസ് ആണ് നമ്മുടെ രാജ്യത്തുള്ളത്? 69 RNTCP സർട്ടിഫൈഡ് C and DST ലബോറട്ടറീസ് ആണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിപ്പിക്കുന്നത്. അതിൽ പബ്ലിക് സെക്ടർ ഉൾപ്പെടും, കൂടാതെ IRLS ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, എന്താ പറഞ്ഞത്? IRLSനോടൊപ്പം തന്നെ ഓരോ കൺസേൺഡ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിലും കൂടി അവർക്കും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? പല കാര്യങ്ങളും RNTCPയുടെ കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിപ്പം IRLS ഉണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, പ്രൈവറ്റ് സെക്ടറുകളിനെ ഉൾപ്പെടുത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ NGOs, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസും, പല നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസും ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എന്താണ്? ക്വാളിറ്റി അഷ്യൂർ ചെയ്യണം അല്ലെ? എന്താണോ ചെയ്യുന്നത് അതിന് ക്വാളിറ്റി ഉറപ്പുവരുത്തണം. കൃത്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ എന്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം? TB പേഷ്യൻസിനെ കണ്ടെത്തണം, അവർക്ക് കൃത്യമായിട്ട് അവരുടെ ഡയഗ്നോസ് ചെയ്യപ്പെടണം, അവർക്ക് അസുഖമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യണം? ഡോട്ട് ചികിത്സ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡോട്ട് ചികിത്സ അവരിലേക്ക് എത്തിക്കണം. അത് കൃത്യമായിട്ട് അവർ ഫോളോ അപ്പ് ചെയ്യണം, കൃത്യമായിട്ട് പൂർത്തിയാകണം, രോഗവിമുക്തരാകണം അല്ലേ? നമ്മൾ പറഞ്ഞു എൻ്റെ TB സ്ട്രാറ്റജി 2014 എന്താണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്? 20 വർഷത്തെ പ്രോഗ്രാമാണ്. 20 വർഷം കൊണ്ട് പൂർണ്ണമായിട്ട് മാക്സിമം പറ്റുന്നിടത്തോളം എന്താണ് TBയെ ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യണം. അതായിരുന്നു അവരുടെ വിഷൻ അല്ലെ? 0 ഡെത്ത് ആണ്. TB എന്ന അസുഖം ബാധിച്ച് ഇനി ഒരാൾ മരിക്കരുത് എന്നൊരു വിഷനാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 2006 സ്റ്റോപ്പ് TB സ്ട്രാറ്റജി, 2014 എൻഡ് TB സ്ട്രാറ്റജി. അത് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് സോളിഡ് കൾച്ചർ സർട്ടിഫിക്കേഷൻ ആണ്. അടുത്തത് സോളിഡ് കൾച്ചർ സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ 2 തരത്തിലാണ്. സോളിഡ് കൾച്ചർ സർട്ടിഫിക്കേഷനും ഉണ്ട്, ലിക്വിഡ് കൾച്ചർ സർട്ടിഫിക്കേഷനും. അപ്പം സോളിഡ് കൾച്ചർ സർട്ടിഫിക്കേഷൻ എന്താണ്? RNTCP ഏകദേശം 46 ലബോറട്ടറീസ് ഫോർ സോളിഡ് C and DST. ഇപ്പോൾ സോളിഡ് കൾച്ചർ സർട്ടിഫിക്കേഷന് വേണ്ടി എത്രയാണ്? 46ഓളം ലബോറട്ടറീസ് ആണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഇതിൽ 6ഓളം എന്താണ്? NRLs ആണ്, നാഷണൽ റെഫറൻസ് ലബോറട്ടറീസ് ആണ്. 22 ഇന്റർമീഡിയറ്റ് റെഫറൻസ് ലബോറട്ടറീസ് ആണ്. 7 മെഡിക്കൽ കോളേജുകളുണ്ട്. അപ്പം 5 NGOs ഉണ്ട്, 4 ICMR ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ 3 പ്രൈവറ്റ് ലബോറട്ടറീസ് ഉണ്ട്. അപ്പം സോളിഡ് കൾച്ചർ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് ആർക്ക്? എത്ര ലബോറട്ടറീസുകൾക്കാണ്? 46. ഇന്ത്യയിൽ 46 ലബോറട്ടറീസിലാണ് RNTCP സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചാലോ? 6ഓളം NRLS ഉൾപ്പെടുന്നുണ്ട്, 22 IRLS ഉൾപ്പെടുന്നുണ്ട്, 7 മെഡിക്കൽ കോളേജുകൾ, 5 NGOs, 4 ICMR ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, 3 പ്രൈവറ്റ് ലബോറട്ടറീസുകൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പം മൊത്തം 46 ലബോറട്ടറികൾക്കാണ് RNTCP സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. എന്തിന്? സോളിഡ് കൾച്ചർ സർട്ടിഫിക്കേഷൻ ലഭിച്ചത്.
അപ്പോൾ ഈ രോഗം എന്താണ് നിരീക്ഷിക്കുകയും പഠിക്കുന്നതിന് വേണ്ടി കൾച്ചർ ചെയ്യണമല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഇത് സോളിഡ് കൾച്ചർ സർട്ടിഫിക്കേഷനാണ്. സോളിഡ് കൾച്ചർ സർട്ടിഫിക്കേഷൻ 46 ലബോറട്ടറീസ് ആണ്, ഓർത്ത് വെക്കുക. ഇനി ലിക്വിഡ് കൾച്ചർ സർട്ടിഫിക്കേഷൻ എന്താണ്? ഈ ലിക്വിഡ് കൾച്ചർ സർട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് RNTCP 34 ലബോറട്ടറീസിനാണ് എന്താണ് സർട്ടിഫിക്കേഷൻ നൽകിയത് ഫോർ ലിക്വിഡ് കൾച്ചർ വിച്ച് ഇൻക്ലൂഡ്, അതിലേതൊക്കെ ഉൾപ്പെടുന്നു? 4 NRLS ഉണ്ട്, 17 IRLS ഉണ്ട്, 6 മെഡിക്കൽ കോളേജുകളുണ്ട്, 1 NGO ലബോറട്ടറി ഉണ്ട്, 5 പ്രൈവറ്റ് ലബോറട്ടറി ഉണ്ട്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. കാര്യം സോളിഡ് കൾച്ചർ സർട്ടിഫിക്കേഷനും ഉണ്ട്, ലിക്വിഡ് കൾച്ചർ സർട്ടിഫിക്കേഷനും ഉണ്ട്. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാലായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതിൽ 46 ലബോറട്ടറിയാണ് സർട്ടിഫൈ ചെയ്യുന്നതെങ്കിൽ ലിക്വിഡിൽ വന്നിട്ട് 34 ലബോറട്ടറീസ് ആണ് സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കണ്ടോ NRLS എത്രണ്ണം? അപ്പം സോളിഡിൽ നമ്മളിപ്പം ഇങ്ങനെ എഴുതണം, സോളിഡ് ലിക്വിഡ് എന്ന് എഴുതിയിട്ട് NRLS സോളിഡ് എത്ര എണ്ണമാണ് ഇപ്പുറത്തെ വശത്ത്. അപ്പം നിങ്ങൾ ഒരു ചെറിയ ചാർട്ട് പോലെ ഉണ്ടാക്കിയിട്ട് സോളിഡ് ലിക്വിഡ് എന്നിട്ട് ആദ്യമായിട്ട് NRLS എത്ര എണ്ണമാണ്? സോളിഡിൻ്റെ എത്രയാണ്? ഇൻക്ലൂഡ് 6 ആണ് അല്ലേ? സോളിഡിന് 6 ആണ്. അപ്പം ലിക്വിഡിന് എത്രയാണ്? 4 ആണ് അല്ലേ? അപ്പം ഇത് സോളിഡിന് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 46 എണ്ണം ഉണ്ട്. ഇതിന് എത്ര എണ്ണം ഉണ്ട്? 34 എണ്ണം ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഓർത്ത് എടുക്കാൻ എളുപ്പം. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോട്ടെ. അടുത്തത് ലൈൻ പ്രോബ് അസേയാണ്. എന്താണ് LPA അഥവാ ലൈൻ പ്രോബ് അസേ? LPA എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസ്റ്റിക്സ് ടെസ്റ്റ് ആണ്, ഒരു മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ഒരു ടെസ്റ്റ് ആണ്, വിച്ച് ക്യാൻ പ്രൊവൈഡ് ദ DST റിസൾട്ട്സ് വിത്തിൻ 1 day. ഇവിടെ എന്ത് ചെയ്യുന്നു? ഡ്രഗ് സ്പെസിഫിസിറ്റി ടെസ്റ്റ് റിസൾട്ട് എത്ര വിത്തിൻ 1 day, ഒരു ദിവസത്തിനകം എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പം പണ്ടെല്ലാം ആണെങ്കിൽ ഡയഗ്നോസ് ചെയ്തിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എന്താണ് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നത്. അതും എത്രമാത്രം ക്വാളിറ്റി അഷ്യൂർഡ് ആണെന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അന്ന് ആൻസർ ചെയ്യാൻ. പലപ്പോഴും എന്താണ് ശരിയല്ലാത്ത, അതായത് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ നമുക്ക് ലഭിക്കാത്ത ആൻസറുകളായിരുന്നു അല്ലെങ്കിൽ റിസൾട്ടുകളായിരുന്നു വന്നത് എങ്കിൽ ഇപ്പോൾ വിത്തിൻ 1 day നമുക്ക് കിട്ടും. എന്ത് കിട്ടും? ലൈൻ പ്രോബ് അസേ പ്രകാരം. LPA എന്താണ് ഒന്നുകൂടെ മനസ്സിലാക്കൂ. LPA എന്ന് പറയുന്നത് ഒരു മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് DST റിസൾട്ടുകൾ ഒരു ദിവസം കൊണ്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, എത്ര ദിവസം കൊണ്ട് പ്രൊവൈഡ് ചെയ്യും? വിത്തിൻ 1 day, ഒരു ദിവസം കൊണ്ട് തന്നെ ഈ റിസൾട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മൾ കൾച്ചറിന് കൊടുത്തിട്ട് വിത്തിൻ 1 day നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ റിസൾട്ട് ലഭിക്കും. അത് RNTCP ഹാസ് അഡോപ്റ്റഡ് ദ പോളിസി ഫോർ റാപ്പിഡ് ഡയഗ്നോസിസ് ഓഫ് MDR TB ബൈ LPA. എന്താണ് ഇത്? ഈ LPA നമ്മൾ പറഞ്ഞല്ലോ, ഈ ടെസ്റ്റ് വഴി. എന്താണ് MDR എന്ന് വെച്ചാൽ? മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB, മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB. അപ്പം റാപ്പിഡ് ഡയഗ്നോസിസ്, അതായത് MDR TB ഉള്ള ആളുകളെ എത്രയും പെട്ടെന്ന് ഡയഗ്നോസിസ് ചെയ്യുക. എന്തിൻ്റെ ഇതിൽ? ലൈൻ പ്രോബ് അസേയുടെ വീക്ഷണത്തിൽ. ഇനി അടുത്ത് എന്താണ് പറഞ്ഞത്? ആസ് ഓൺ December 2015 about 54 laboratories have been certified by RNTCP. അപ്പം നമ്മുടെ സോളിഡ് കൾച്ചറിന് 46, ലിക്വിഡ് കൾച്ചറിന് 34. ഇത് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നോക്കടാ, ഈ അതായത് ലൈൻ പ്രോബ് അസേയുടെ കീഴിൽ December 2015 54 ലബോറട്ടറീസ് ആണ് എന്ത് ചെയ്തത്? സർട്ടിഫൈ ചെയ്തത്. RNTCP പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് LPAയുടെ വിഭാഗമായിട്ട് December 2015 54 ലബോറട്ടറീസ് ആണ് സർട്ടിഫൈ ചെയ്തത്. ഇതിൽ എത്ര വരുന്നു? 6 NRLS വരുന്നു, 24 IRLS, 17 മെഡിക്കൽ കോളേജ്, 5 NGO ലബോറട്ടറീസ്, അതുപോലെ തന്നെ 6 പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സെക്കൻഡ് ലൈൻ DST. അപ്പോൾ ഫസ്റ്റ് ലൈൻ DST ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ലൈൻ DST പറഞ്ഞു. അതിൽ എന്താണ് പറഞ്ഞത്? RNTCP പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അഡോപ്റ്റ് ചെയ്തു. എത്ര സർട്ടിഫൈ ചെയ്തു അല്ലേ? എത്ര ലബോറട്ടറി സർട്ടിഫൈ ചെയ്തു? 54 എന്താണ് ലബോറട്ടറീസ് ആണ് സർട്ടിഫൈ ചെയ്തതെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ സെക്കൻഡ് ലൈൻ DST SLDയുടെ ഭാഗമായിട്ട് എത്രയാണ്? അത് ഏത് ഡേറ്റ് ആണ്? 2017 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? 2015 ആണ്. December 2015 ആദ്യ ലെവലിൽ ചെയ്തത് എങ്കിൽ 2017 രണ്ടാമത്തെ ലെവലിൽ അതിൻ്റെ ഭാഗമായി 27 ലബോറട്ടറീസ് ആണ്, വിച്ച് ഇൻക്ലൂഡ്സ് അതിൽ 5 NRLs ഉൾപ്പെടുന്നു, 14 IRL ഉൾപ്പെടുന്നു, 1 NGO ലബോറട്ടറി ഉൾപ്പെടുന്നു, 1 പ്രൈവറ്റ് ലബോറട്ടറിയും ഉൾപ്പെടുന്നു. അപ്പോൾ സെക്കൻഡ് ലൈൻ DST ഭാഗമായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ലൈൻ DST എന്നാണെന്ന് ചോദിച്ചാൽ December 2017 ആണ്. 2017 ഭാഗമായിട്ട് എത്ര ലബോറട്ടറികളാണ്? 27 ലബോറട്ടറികളാണ്. അതിൽ 5 NRLs നാഷണൽ റെഫറൻസ്
ലബോറട്ടറീസ് ആണ്. 14 IRL ഉണ്ട്, ഒരു NGO ലബോറട്ടറി ഉള്ളൂ, പിന്നെ ഒരു പ്രൈവറ്റ് ലബോറട്ടറി ഉള്ളൂ. അപ്പം നിങ്ങളിതൊന്ന് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പം ലൈൻ പ്രോബ് അസേയുടെ ഭാഗമായി, എന്താണ് ലൈൻ പ്രോബ് അസേ എന്ന് പറഞ്ഞ ഒരു ഡയഗ്നോസ്റ്റിക് സെറ്റാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് വിത്തിൻ 1 day റിസൾട്ട് കിട്ടുന്ന ഡയഗ്നോസിസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് എന്താണ് 2015 ആദ്യ സെറ്റായിട്ട് 54 ലബോറട്ടറീസ്, അതിൽ എന്താണ് 6 NRLs ഉണ്ടായിരുന്നു, 24 17 മെഡിക്കൽ കോളേജ്, 24 IRL, 17 മെഡിക്കൽ കോളേജ്, 5 NGO ലബോറട്ടറീസ്, 6 പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ലൈൻ ആയപ്പോൾ എന്ത് ചെയ്തു? അതെന്നാണെന്ന് ചോദിച്ചാൽ ഡിസംബർ 2017 അതിൻ്റെ ഭാഗമായിട്ട് 27 ലബോറട്ടറികളാണ് എന്ത് ചെയ്തത്? ഇതിൻ്റെ ഭാഗമായിട്ട് സർട്ടിഫൈ ചെയ്തത്. അതിൽ ഉൾപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. ഇനി എക്സ്പാൻഡിങ് CBNAAT സർവീസസ്. എന്താണ് CBNAAT സർവീസസ് എന്ന് ആദ്യം നോക്കാം. അപ്പം എക്സ്പാൻഡിങ് ഓഫ് CBNAT സർവീസിനെ കൂടുതൽ വിപുലീകരിക്കണം, അല്ലേ? കൂടുതൽ എല്ലാവരിലേക്കും എത്തുന്ന രീതിയിൽ വിപുലീകരിക്കണം. എന്താണ് CBNAT അഥവാ CBNAAT? എന്താണ്? കാർട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിയിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. The time to diagnosis of TB and drug-resistant TB has been significantly reduced with the availability of CBNAT. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി ഇതിന് അവൈലബിൾ ആയി തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ പണ്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് പലപ്പോഴും എന്താണ് ഡയഗ്നോസിസിൻ്റെ റിസൾട്ട് അറിഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു അവൈലബിൾ ഇത് സംഭവം CBNAT അവൈലബിൾ ആയതോടുകൂടി എന്ത് ചെയ്തു? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വളരെയധികം വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യും? റിസൾട്ട് കിട്ടുന്ന ഒരവസ്ഥ. അതായത് പണ്ടൊരു ലോങ് ടൈം എടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ വളരെ എന്താണ് വിത്തിൻ 1 day അല്ലെങ്കിൽ കുറച്ച് എന്താണ് വളരെ ലിമിറ്റഡ് പീരീഡിന് സമയത്തിനകത്ത് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാം. നമുക്ക് എന്താണ് അതിൻ്റെ റീസൺ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ക്വാളിറ്റി അഷുറൻസോട് കൂടിയ റിസൾട്ട് നമുക്ക് ലഭ്യമാകുന്നു. അതെന്തിനു ശേഷം? CBNATൻ്റെ അവൈലബിലിറ്റിക്ക് ശേഷമാണ്. ഇറ്റ് ഈസ് എ റാപ്പിഡ് മോളിക്യൂളർ അസേ ദാറ്റ് ഡിറ്റക്ട്സ് ട്യൂബർകുലോസിസ് ആൻഡ് റിഫാംപസിൻ റെസിസ്റ്റൻസ്. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞു മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ആണ്, അല്ലേ? അപ്പം പല എന്താണ് റിഫാംപസിൻ പോലത്തുള്ള പല എന്താണ് ഡ്രഗിനെ പോലും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബാക്ടീരിയകളാണുള്ളത്. അപ്പം ഇറ്റ് ഈസ് എ റാപ്പിഡ് മോളിക്കുലർ അസേ ദാറ്റ് ഡിറ്റക്ട്സ് അപ്പം അങ്ങനെ ഉള്ള എന്താണ് സംഭവങ്ങളെ മൈക്രോ ബാക്ടീരിയത്തിനെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എന്തിലൂടെ? CBNATൻ്റെ അവൈലബിലിറ്റിക്ക് ശേഷം. CBNATന് മുന്നിൽ അത് പല കാര്യങ്ങളും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ CBNATൻ്റെ അവൈലബിലിറ്റി ഇൻട്രൊഡക്ഷനോട് കൂടി നമുക്ക് അതായത് പല ഡ്രഗിനെയും റെസിസ്റ്റ് ചെയ്തിരുന്ന മൈക്രോ ബാക്ടീരിയത്തെ വരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് വന്നു. ഇനി ദ ടെസ്റ്റ് ഈസ് ഫുള്ളി ഓട്ടോമേറ്റഡ് ആൻഡ് പ്രൊവൈഡ്സ് റിസൾട്ട്സ് ഇൻ 2 hours. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ എത്ര 2 hours 2 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യുന്നു? റിസൾട്ട് ലഭിക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ CBNAT എന്തുകൊണ്ടാണ് എക്സ്പാൻഡ് ചെയ്യണം? കാര്യം ഇതിൻ്റെ അവൈലബിലിറ്റിക്ക് ശേഷം വളരെ എളുപ്പത്തിൽ ഈവൻ പല ഡ്രഗുകളെ പോലും റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള മൈക്രോ ബാക്ടീരിയത്തെ വരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. റിസൾട്ട് 2 മണിക്കൂറിൽ കിട്ടും. അപ്പം അത് വളരെ ഒരു അച്ചീവ്മെൻ്റ് അല്ലേ? ഇത്രയും നാൾ ഒരുപാട് ടൈം എടുത്ത് റിസൾട്ട് കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ വിത്തിൻ 2 hours ഈവൻ അത്രയും പവർഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളുടെ പ്രസൻസ് പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടെസ്റ്റ് റിസൾട്ട് വരുത്താൻ കഴിവുണ്ട് എന്നുള്ളത് നമുക്കൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെ ആണ്. ഇനി കറൻ്റ്ലി ദർ ആർ 651 മെഷീൻസ് പ്രൊവൈഡിങ് സർവീസസ് ടു ദ പ്രോഗ്രാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ മെഷീൻസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലേ? ഫുള്ളി ഓട്ടോമേറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ CBNAT ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമാറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. 2 മണിക്കൂറിന് നമുക്ക് എന്ത് കിട്ടും? റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനായിട്ട് 651 മെഷീൻസ് ആണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ RNTCPയുടെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടു എൻഹാൻസ് ലബോറട്ടറി കപ്പാസിറ്റി ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് MDR TB and TB in special population groups such as children and HIV/AIDS cases, additional CBNAT machines have been provided by the government of India to cover all states. അപ്പം എല്ലാ സ്റ്റേറ്റ്സിലും നമുക്കറിയാം അല്ലേ? MDR TB എന്ന് വെച്ചാൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB. അതുപോലെ തന്നെ TB ഇപ്പം ഈ AIDS വന്ന ആളുകൾക്ക് TB വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് TB വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെ ആവശ്യത്തിനായിട്ട് ഈ CBNAT ആകുമ്പം വിത്തിൻ 2 hours തന്നെ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും.
ഓട്ടോമാറ്റഡ് ആയിട്ട് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് ആയിട്ട് നമുക്ക് ക്വാളിറ്റി അഷ്വർ ചെയ്തിട്ടുള്ള ടെസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യണം, കൂടുതൽ മെഷീൻസിനെ പ്രൊവൈഡ് ചെയ്യണം. ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗവൺമെൻറ് ആണല്ലേ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. മാക്സിമം സ്റ്റേറ്റുകളിൽ മാക്സിമം ലബോറട്ടറീസ് അല്ലെങ്കിൽ മാക്സിമം ലബോറട്ടറീസിൽ മാക്സിമം മെഷീൻസ് എത്തിച്ചുകൊണ്ട് ഈവൻ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മൈക്രോ ബാക്ടീരിയത്തെ പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു നൂതന ആ ഒരു CB-NAT എന്ന് പറയുന്ന സംഭവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇവിടെ ഗവൺമെന്റ്. അപ്പോൾ എത്ര മെഷീൻസ് ആണുള്ളത്? 651 മെഷീൻസ് ആണ് ഒപ്പം നിലവിലുള്ളത്. അപ്പോൾ കൂടുതൽ പേഷ്യൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ മെഷീൻസ്, അതുപോലെ കുട്ടികളുടെ വിഭാഗം, അതുപോലെ തന്നെ HIV ബാധിച്ചിട്ട് അവർക്ക് ട്യൂബർകുലോസിസ് വരുന്ന അവസ്ഥയിലുള്ള, അപ്പോൾ അവർക്കൊക്കെ വേണ്ടി അഡീഷണൽ CB-NAT മെഷീൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റേറ്റിൽ അല്ലേ, എല്ലാ സ്റ്റേറ്റിനെ കവർ ചെയ്തുകൊണ്ട് അവർക്ക് കൂടുതൽ മെഷീൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് RNTCP എൻഡോസ്ഡ് TB ഡയഗ്നോസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. സ്മിയർ മൈക്രോസ്കോപ്പി ഫോർ ഫാസ്റ്റ് ബാസിലെ ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. RNTCP എൻഡോസ്ഡ് TB ഡയഗ്നോസിസ് വരുന്ന ഒന്നാമത്തെ പോയിന്റ് സ്മിയർ മൈക്രോസ്കോപ്പി ഫോർ ആസിഡ് ഫാസ്റ്റ് ബാസിലെ, രണ്ടാമത്തത് കൾച്ചർ, മൂന്നാമത്തത് ഏതാണ് റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് മോളിക്യൂളർ ടെസ്റ്റ്, നാലാമത്തത് റേഡിയോഗ്രാഫി വെയർ അവൈലബിൾ, ഇനി ട്യൂബർകുലിൻ സ്കിൻ ടെസ്റ്റ്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? RNTCP എൻഡോസ്ഡ് TB ഡയഗ്നോസ്റ്റിക്സിന്റെ വിഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് സ്മിയർ മൈക്രോസ്കോപ്പി ഫോർ ആസിഡ് ഫാസ്റ്റ് ബാസിലൈ. അപ്പം സ്പ്യൂട്ടം സ്മിയർ സ്റ്റെയിൻഡ് വിത്ത് സീൽ നീൽസൺ സ്റ്റെയിനിങ്. അപ്പം എന്താണ് അതിൽ 2 എണ്ണം ഉണ്ടല്ലേ. എ എന്താണ്? ആദ്യത്തേത് സ്പ്യൂട്ടം സ്മിയർ സ്റ്റെയിൻഡ് വിത്ത് സീൽ നീൽസൺ സ്റ്റെയിനിങ്. നമ്മൾ ഈ ടെസ്റ്റിന്റെ വിഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി ബിയിൽ എന്താണ് പറയുന്നത്? ഫ്ലൂറസെന്റ് സ്റ്റെയിൻസ് ആൻഡ് എക്സാമിൻഡ് അണ്ടർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മൈക്രോസ്കോപ്പി വിത്തൗട്ട് LED സഹായത്തോടോ അല്ലെങ്കിൽ സഹായമില്ലാതെയോ അല്ലെങ്കിൽ ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടോ മൈക്രോസ്കോപ്പിയിലൂടെ ഫ്ലൂറസെന്റ് സ്റ്റെയിൻസ് ഉപയോഗിച്ച് നടത്തുന്ന ടെസ്റ്റ്. അപ്പം സ്മിയർ മൈക്രോസ്കോപ്പി ആസിഡ് ഫാസ്റ്റ് ബാസിലെ വിഭാഗത്തിൽപ്പെട്ടതിനെ കണ്ടെത്താൻ 2 രീതിയിലാണ് നടത്തുന്നത്. ഫസ്റ്റ് ടെസ്റ്റിന്റെ പേര് സ്പ്യൂട്ടം സ്മിയർ സ്റ്റെയിൻഡ് വിത്ത് സീൽ നീൽസൺ സ്റ്റെയിനിങ് എന്നും, രണ്ടാമത്തത് ഫ്ലൂറസെന്റ് സ്റ്റെയിൻസ് ആൻഡ് എക്സാമിൻഡ് അണ്ടർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മൈക്രോസ്കോപ്പി വിത്ത് ഓർ വിത്തൗട്ട് LED എന്നും പറയുന്നു. ഇനി രണ്ടാമത്തത് ഏതാണ്? കൾച്ചർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, സോളിഡും ഉണ്ട് ലിക്വിഡും ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, സോളിഡിനെ പറയുന്നത് ലോവൻസ്റ്റീൻ ജാൻസൺ മീഡിയ, ലിക്വിഡ് എന്താണ്? മിഡിൽ ബ്രൂക്ക്. ഇത് യൂസിങ് മാനുവൽ സെമി ഓട്ടോമേഷൻ ഓർ ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ്. അപ്പോൾ മാനുവൽ അതായത് ഇതിൻ്റെ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഒരു സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള, നമ്മൾ ഈ വാഷിംഗ് മെഷീനിലൊക്കെ കണ്ടിട്ടില്ലേ സെമി ഓട്ടോമാറ്റിക്, നമ്മൾ തുണി ഒരു വശത്ത് നിന്ന് നമ്മുടെ കൈ കൊണ്ട് എടുത്തിട്ട് കൊടുക്കുന്നതാണ് സെമി. കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ ഇടുമ്പോൾ തന്നെ ബാക്കിയെല്ലാം എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞ് വരുന്നതാണ് ഫുള്ളി ഓട്ടോമാറ്റിക്. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് മാനുവലിൻ്റെ സഹായത്തോടു കൂടി വർക്ക് ചെയ്യുന്നതും ഉണ്ട്. ഏതിലാണ്? ലിക്വിഡ് മീഡിയയിലാണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതും ഉണ്ട്. ഇതിന് എക്സാമ്പിളാണ് ബാക്ടെക് അഥവാ MGIT എക്സെട്ര. അപ്പം MGIT എന്താണ്? മൈക്രോബാക്ടീരിയ ഗ്രോത്ത് ഇൻഡിക്കേറ്റർ ട്യൂബാണ്. അപ്പോൾ ഫസ്റ്റ് RNTCP എൻഡോസ്ഡ് TB ഡയഗ്നോസ്റ്റിക്സ് വരുന്ന ആദ്യത്തേത് ഏതാണ്? സ്മിയർ മൈക്രോസ്കോപ്പി ഫോർ ആസിഡ് ഫാസ്റ്റ് ബാസിലെയാണ്. രണ്ടാമത്തേത് ഏതാണ്? കൾച്ചറാണ്. അപ്പോൾ സ്മിയർ മൈക്രോസ്കോപ്പി ഫോർ ആസിഡ് ബാസിലെ അതിൽ വരുന്ന രണ്ട് സബോർഡിനേറ്റ്സ് എന്താണ്? സ്പ്യൂട്ടം സ്മിയർ സ്റ്റെയിൻഡ് വിത്ത് സീൽ നീൽസൺ സ്റ്റെയിനിങ്ങും, രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? 2 മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? ഫ്ലൂറസെന്റ് സ്റ്റെയിൻസ് ആൻഡ് എക്സാമിൻഡ് അണ്ടർ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മൈക്രോസ്കോപ്പി വിത്ത് ഓർ വിത്തൗട്ട് LED ആണ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കൾച്ചർ ചെയ്തെടുക്കുന്നു. കൾച്ചർ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. സോളിഡും ഉണ്ട് ലിക്വിഡ് ഉണ്ട്. സോളിഡ് അറിയപ്പെടുന്നത് ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയ എന്നാണ്. ഇനി ലിക്വിഡ് അറിയപ്പെടുന്നത് മിഡിൽ ബ്രൂക്ക് എന്നാണ്. ലിക്വിഡിൽ വന്നിട്ട് മാനുവൽ ഓട്ടോമാറ്റിക്കും ഉണ്ട്, കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ഉള്ളതുകൊണ്ട്. എക്സാമ്പിൾ എന്താണ് ചോദിച്ചാൽ ബാക്ടെക്കും MGIT എന്താണ്? മൈക്രോ ബാക്ടീരിയ ഗ്രോത്ത് ഇൻഡിക്കേറ്റർ ട്യൂബാണ്. ഓക്കെ, ഇതിൻ്റെ മൂന്നാമത്തെ എന്താണ്? റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് മോളിക്യൂളർ ടെസ്റ്റ് ആണ്. ഇതിൽ വരുന്നതാണ് കൺവെൻഷണൽ PCR ബേസ്ഡ് ലൈൻ പ്രോബ് അസേ ഫോർ MTB കോംപ്ലക്സ്. എന്താണ് PCR എന്ന് പറയുന്നത്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എന്താണ് PCR? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ബേസ്ഡ് ഓൺ എന്ത് ബേസ് ചെയ്തിട്ടാണ്? ലൈൻ പ്രോബ് അസേ LPA ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് MTB കോംപ്ലക്സിന് വേണ്ടി ആണ് ചെയ്യുന്നത്. അപ്പോൾ കൺവെൻഷൻ PCR ബേസ്ഡ് ലൈൻ പ്രോബ് അസേ ഫോർ എന്തിനു വേണ്ടിയാണ്? MTB കോംപ്ലക്സ് വേണ്ടി. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് കോംപ്ലക്സ്. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? കൺവെൻഷണൽ PCR ബേസ്ഡ് ലൈൻ പ്രോബ് അസേ ഫോർ MTB കോംപ്ലക്സ്. അത് അടുത്തതാണ് റിയൽ ടൈം PCR ബേസ്ഡ് ന്യൂക്ലിയിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. ഓക്കെ, NAA
ഇതാണ് NAT എന്ന് പറയുന്നത്. ഫോർ MTB കോംപ്ലക്സ് എക്സാമ്പിൾ ജീൻ എക്സ്പേർട്ട് ആണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് മോളിക്കുലർ ടെസ്റ്റിന്റെ സബ് വിഭാഗങ്ങളാണ് കൺവെൻഷണൽ PCR ബേസ്ഡ് ലൈൻ പ്രോബ് അസേ ഫോർ MTB കോംപ്ലക്സ്. PCR എന്ന് പറയുന്നത് എന്താണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. രണ്ടാമത്തേത് ഏതാണ്? റിയൽ ടൈം PCR ബേസ്ഡ് ന്യൂക്ലിയിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഈ രണ്ട് മെത്തേഡുകളാണ് MTB അഥവാ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് കോംപ്ലക്സിനെ കണ്ടെത്തുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആണ് ജീൻ എക്സ്പേർട്ട് എന്ന് പറയുന്നത്. നാലാമത്തെ മെത്തേഡ് എന്താണ്? റേഡിയോഗ്രഫി വെയർ അവൈലബിൾ. ഇനി റേഡിയോഗ്രഫി അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ മെത്തേഡും നമുക്ക് റേഡിയോഗ്രഫി ഓരോ ലാബോറട്ടറിയിൽ അങ്ങനത്തെ ഉള്ള ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം, നമുക്ക് അത് സ്വീകരിക്കാം. അതിനുശേഷം ലാസ്റ്റ് വൺ ആണ് ട്യൂബർകുലിൻ സ്കിൻ ടെസ്റ്റ് എന്ന് പറയാം. അപ്പം 5 തരത്തിലാണ് ടെസ്റ്റുകൾ നടത്താൻ സാധിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഒന്നും കൂടെ പറയാം. ആദ്യത്തേത് സ്മിയർ മൈക്രോസ്കോപ്പി ഫോർ ആസിഡ് ബസലിയിൽ, അതിൽ 2 നമ്മൾ സബ് പറഞ്ഞു. പിന്നെ രണ്ടാമത് കൾച്ചറിലൂടെ നമുക്ക് കണ്ടെത്താം. മൂന്നാമത് റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് മോളിക്കുലർ ടെസ്റ്റ് ഉപയോഗിക്കാം. നാലാമത്തത് റേഡിയോഗ്രഫി അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ലാസ്റ്റ് വേണമെന്ന് പറയുന്നത് ട്യൂബർകുലിൻ സ്കിൻ ടെസ്റ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ അസുഖത്തിനെ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. താങ്ക്